കലിംഗ യുദ്ധം കഴിഞ്ഞിട്ട് അശോക ചക്രവർത്തി യുദ്ധഭൂമി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം വിജയിച്ചതിൻ്റെ സന്തോഷവും ആനന്ദവും എല്ലാം ആ മുഖത്തുണ്ട്. പക്ഷേ യുദ്ധഭൂമിയുടെ അന്തരീക്ഷം അദ്ദേഹത്തെ ഏറെ നൊമ്പരപ്പെടുത്തുന്നു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, ശിരസറ്റ ഉടലുകൾ, ചേതനയേറ്റ ശരീരങ്ങൾ, ചീഞ്ഞഴുകിയ മൃതശരീരങ്ങൾ, രക്തത്തിന്റെ രൂക്ഷഗന്ധം എല്ലാം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയാണ്. അങ്ങനെ യുദ്ധഭൂമിയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് സന്ധ്യയോടടുത്തു വൃദ്ധയായ ഒരു കൂനിയായ ഒരു സ്ത്രീ അശോക ചക്രവർത്തിയുടെ അടുക്കൽ വന്നുകൊണ്ട് ശിരസറ്റ ഒരു ഉടല് കാണിച്ചുകൊണ്ട് അശോക ചക്രവർത്തിയോട് പറയുകയാണ്, രാജാവെ, അങ്ങേക്കറിയാമോ, ഇതെൻ്റെ മകനാണ്, എൻ്റെ ഏക ആശ്രയമാണ്, എനിക്കിനി മറ്റാരുമില്ല. അങ്ങയ്ക്ക് എൻ്റെ ഈ കുഞ്ഞിന് ഒന്ന് ഉയര് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ഉയര് കൊടുക്കാൻ പറ്റുമോ? അശോക ചക്രവർത്തി നിസ്സംഗതയോട് ഈ സ്ത്രീയോട് പറഞ്ഞു, അമ്മ, ഉയര് കൊടുക്കാൻ ഞാൻ ആരാ? ഞാൻ ഈശ്വരനൊന്നും അല്ലല്ലോ. വിറയാർന്ന കരങ്ങൾ അശോക ചക്രവർത്തിയുടെ നേരെ ഉയർത്തിക്കൊണ്ട് വാവിട്ട് അലറി നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ അശോക ചക്രവർത്തിയോട് ചോദിച്ചു, ഉയര് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിന്റെ ഉയരെടുത്തത്? ജീവൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തത്? അശോക ചക്രവർത്തി സ്തബ്ധനായി പോയി. ഒന്നും ആ സ്ത്രീയുടെ മുൻപിൽ പറയുവാൻ പറ്റാതെ തലകുനിച്ച് അദ്ദേഹം നിന്നു. അല്പനിമിഷം ആലോചിച്ചു, എത്ര കാലം കൊണ്ട് യുദ്ധം നടത്തുക? യുദ്ധം കൊണ്ട് എന്ത് പ്രയോജനം? കുറെ പേരുടെ കണ്ണുനീര്, കുറെ പേരെ കൊന്നൊടുക്കി, കുറെ പേരുടെ കഷ്ടതകൾ മാത്രം തന്റെ മുൻപിൽ. ക്രിയാത്മകമായി തനിക്കിതുവരെയും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ശാന്തമായി ഒന്ന് ചിന്തിക്കുകയാണ്. കണക്കെടുത്താൽ ഇന്ന് വരെയുള്ളൊരു ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇനിയും കുറച്ചുകൂടെ അർത്ഥപൂരിതമായി ജീവിതത്തെ നയിക്കണം. കലിംഗ യുദ്ധഭൂമിയിൽ വെച്ച് അശോക ചക്രവർത്തി തീരുമാനിക്കുകയാണ്, ഇനി യുദ്ധമില്ല, ഇനിയും താൻ സമാധാനത്തിന്റെ മനുഷ്യനായി മാറും. അങ്ങനെ ഹിംസയുടെ മനുഷ്യൻ അഹിംസയുടെ വ്യക്തമായി മാറി. ജീവിതത്തെ 180 ഡിഗ്രി തിരിച്ചു വിടുന്നു. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിൽ നമ്മൾ അടുത്തു വരുമ്പോൾ ഒന്ന് ജീവിതത്തെ ഒന്ന് കണക്കെടുപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഒന്ന് തിരിഞ്ഞു നോക്കി, സംഭവബഹുലമല്ലായിരുന്നോ ഈ ജീവിതം? ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ്? മറ്റുള്ളവർക്ക് നൊമ്പരങ്ങളും ഭാരങ്ങളും കൊടുത്തതാണോ ഈ ജീവിതം? ബാധ്യതയാണോ ഈ ജീവിതം? എന്തെങ്കിലും നന്മ ചെയ്യാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? കുറെ കൂടി ഉത്കൃഷ്ടമാകണ്ടേ? അങ്ങനെയെങ്കിൽ ഈ കൂടിവരവ് ഒന്ന് തിരിച്ചറിയാനും തിരുത്തുവാനും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും കുറെ കൂടെ നന്മയുള്ളവരായി, കുറെ കൂടെ ദൈവമുള്ളവരായി, കുറെ കൂടെ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാനും നമുക്കിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2 വാക്യം. ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സ് 2. യഹോവ യൗസേപ്പിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ കൃതാർത്ഥനായി. The Lord was with Joseph and made him successful. വിശുദ്ധ വേദപുസ്തകം അനേക ദൈവപുരുഷന്മാരുടെ സംഭവബഹുലമായ ചരിത്രം കൊണ്ട് സമ്പുഷ്ടമാണ്. പക്ഷെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു കോമൺ ത്രെഡുണ്ട്, ഒരു പൊതു ചരടുണ്ട്. ദൈവപുരുഷന്മാർ പുരോഹിതരോ പ്രവാചകരോ രാജാക്കന്മാരോ ന്യായാധിപന്മാരോ മുക്കുവരോ ആട്ടിടയരോ ജന്മിമാരോ അടിമകളോ ആരായിരുന്നാലും അവർക്ക് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്താലും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരിരുണ്ട ഇടമുണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകും. നീതിമാനും തലമുറയിലെ നിഷ്കളങ്കനുമായ നോഹയാണ് ഒരു വേള തന്റെ മുന്തിരിത്തോട്ടത്തിൽ മദ്യപിച്ച് ബോധരഹിതനായി കിടന്നത്. ഗോത്രപിതാവായ അബ്രഹാമും ഇസഹാക്കും യാക്കോബുമാണ് നിലനിൽപ്പിനായി വ്യാജം പറയുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് നിഷ്കരുണം ഒരു പാവപ്പെട്ട മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെയും അവളിൽ തനിക്ക് പിറന്ന ചോരക്കുഞ്ഞിനെയും ഒരു മടിയുമില്ലാതെ ബർശേബ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്.
യഹൂദ ജനതയ്ക്ക് ഇസ്രയേൽ എന്ന നാമം കൊടുത്ത യാക്കോബാണ് അപ്പനെയും സഹോദരനെയും വഞ്ചിക്കുന്നത്. ദൈവത്തെ മുഖാമുഖം കണ്ട മോശയാണ് ഒരു ഈജിപ്ഷ്യനെ അടിച്ചു കൊല്ലുന്നത്, കൊലപാതകം ചെയ്യുന്നത്. ഇസ്രയേലിന്റെ സംഗീത സമ്രാട്ടായ ദാവീദാണ് തന്റെ വിശ്വസ്ത ഭടനായ ഊരിയാവിനെ കൊലപ്പെടുത്തി അയാളുടെ ഭാര്യ ബത്ശേബയുമായി വിഹിതമല്ലാതെ ജീവിക്കുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, അഡൽട്ടറി ചെയ്യുന്നത്. മഹാജ്ഞാനിയായ ശലോമോനാണ് ഭാര്യമാർക്ക് വേണ്ടി, വെപ്പാട്ടികൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുന്നത്, വിഗ്രഹാരാധന നടത്തുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ ഒരു വേള ക്രിസ്തുവിന്റെ ദൗത്യത്തെ സംശയിക്കുന്നു. ക്രിസ്തുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസാണ് നിഷ്കരുണം 3 പ്രാവശ്യം തള്ളി പറയുന്നത്. ആദിമസഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ അത്ഭുതമായ പൗലോസ് അപ്പോസ്തലനാണ് ആദ്യ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് കൊടിയ പീഡനം നടത്തുന്നത്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്ക്. ദൈവപുരുഷന്മാർ വൻ കാര്യങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു കോമൺ ത്രെഡുണ്ട്, ഒരു ഇരുണ്ട ഇടമുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ആദിയോടന്തം പരിശോധിക്കുമ്പോൾ അതിൽ വ്യത്യസ്തനായൊരു മനുഷ്യനുണ്ട്. യാക്കോബിന്റെ 11ാമത്തെ സന്തതി യൗസേപ്പ്. ദൈവം 110 വർഷം ആയുസ് കൊടുത്ത ആൾ, ദൈവം വർദ്ധിപ്പിച്ചത്, ശരിക്കും ദൈവം വർദ്ധിപ്പിച്ച ഒരു മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെയും യൗസേപ്പ് കടന്നുപോയി. പക്ഷെ അചഞ്ചലമായ ദൈവഭക്തിയോട്, അടിപതറാത്ത വിശ്വാസത്തോടെ ജീവിതത്തെ അത്ഭുതമാക്കുന്നു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഏറെ ഇടം യൗസേപ്പിന് കൊടുത്തിട്ടുണ്ട്. 14 അധ്യായങ്ങൾ എൻ ബ്ലോക്ക്, 37-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ യൗസേപ്പിന്റെ ചരിത്രം കൃത്യമായിട്ട് കുറിച്ചിടുന്നു. ഗോത്രപിതാവായ അബ്രഹാമിനെ പറ്റി പോലും ഈ 14 അധ്യായങ്ങളേ ഉള്ളൂ. അത്രയും തന്നെ അധ്യായങ്ങൾ യൗസേപ്പിനായിട്ട് കൊടുത്തിരിക്കുന്നു. ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവങ്ങളിലും പ്രയാസങ്ങളുടെ അനുഭവങ്ങളിലും ഒരുപോലത്തെ മനുഷ്യൻ. കാരാഗൃഹത്തിന്റെ കാഠിന്യത്തിലും പിതാവിന്റെ സ്നേഹത്തിലും ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യൻ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, in every sense ജോസഫ് is unique personality. അതുല്യമായ വ്യക്തിത്വത്തിന് ഉടമയാണ്. യൗസേപ്പിന്റെ ജീവിതം വിശ്വാസികൾക്കെല്ലാം മാർഗദീപമാണ്. കാരണം താൻ കടന്നുപോയ പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും എങ്ങനെ ജീവിതത്തെ രൂപപ്പെടുത്താമെന്ന് കൃത്യമായി കാണിച്ചു തരുന്നു. ഒഴുക്കിനനുസരിച്ച് ജീവിക്കുകയല്ല, ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തണമെന്ന് യൗസേപ്പ് നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് യൗസേപ്പിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാർഗദീപമാണ്. ഇത് നാം പഠിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തെ നമ്മൾ വർത്തമാനമായ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ചിന്തിപ്പാനും തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഒരു അതിജീവന ശൈലി, ഒരു പ്രതിസംസ്കാരം, ഒരു ബദൽ ജീവിത മാതൃക യൗസേപ്പ് നമുക്ക് കാട്ടിത്തരുന്നു. യൗസേപ്പ് കാട്ടിത്തരുന്ന ബദൽ ജീവിത മാതൃക എന്താണ് എന്ന് തിരുവചന വെളിച്ചത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യൗസേപ്പ് നേരിട്ട പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, ഇത് നാം പഠിക്കുകയാണ്. ഇതെങ്ങനെ ദൈവത്താൽ അതിജീവിച്ചു എന്ന് നാം ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇവിടെയായിട്ട്. ആദ്യത്തെ 2 യൗസേപ്പ് നേരിട്ട പ്രതിസന്ധികളാണ്. തുടർന്ന് 2 യൗസേപ്പ് നേരിട്ട പ്രലോഭനങ്ങൾ. 1, വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യൗസേപ്പിന്റെ ജീവിതത്തിൽ ആദ്യം കാണുന്നത്, യൗസേപ്പ് തന്റെ ഭവനത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു. ഇത് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കൊണ്ട് പിടികിട്ടില്ലായിരിക്കും. പക്ഷെ ടെക്സ്റ്റ് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനതിനിങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുന്നു, He overcomes his isolated life by the God Almighty. ദൈവത്താൽ തന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിനെ യൗസേപ്പ് അതിജീവിച്ചു. നമുക്ക് വേദപുസ്തകം പരിശോധിക്കാം. യാക്കോബിന് 2 ഭാര്യമാരിലും 2 വെപ്പാട്ടികളിലും 13 മക്കൾ. അതിൽ താൻ ഏറ്റവും സ്നേഹിച്ച റാഹേലിൽ ആദ്യം ജനിച്ച മകനാണ് യൗസേപ്പ്. അതുകൊണ്ട് തന്നെ യാക്കോബിന് യൗസേപ്പിനോട് പ്രത്യേകമായ സ്നേഹം തോന്നി. യൗസേപ്പിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തു, മേലങ്കി കൊടുത്തു. വചനത്തിൽ തന്നെ പറയുന്നുണ്ട് 37-ാം അധ്യായം 3-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും,
യൗസേപ്പിനെ യാക്കോബ് സ്നേഹിച്ചു. 8-ാം വാക്യത്തിൽ അധികം സ്നേഹിച്ചു, ഒത്തിരി സ്നേഹിച്ചു. അതുകൊണ്ട് മറ്റ് സഹോദരങ്ങൾക്ക് അവനോട് വിദ്വേഷമുണ്ടായി. എപ്പോഴും ഓർക്കണം, നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടതാ, പേരൻസ് എന്നുള്ള നിലയിൽ മാതാപിതാക്കളുടെ സ്നേഹം മഴ പോലെ പെയ്യേണ്ടതാണ്, നിഴൽ പോലെ പരതേണ്ടതാണ് എല്ലായിടങ്ങളിലും. ഒരാളോട് പ്രത്യേക ഒരു സ്നേഹം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും. ഒരു ജപ്പാനീസ് പ്രോവർബ് ഉണ്ട്, ഓവർ ലവിങ് ടേൺസ് ടു ഓവർ ഹീറ്റിംഗ്. കൂടുതൽ സ്നേഹം കൂടുതൽ വെറുപ്പ് ആ ഇടങ്ങളിൽ ഉണ്ടാക്കാൻ കാരണമാകും. ഒരു മകനോട് കൂടുതൽ സ്നേഹം വന്നാൽ മറ്റു മകന് ഉറപ്പാണ് വിദ്വേഷം ഉണ്ടാകും. ഇത് ഈ കുടുംബത്തിൽ സംഭവിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. ഈ വിദ്വേഷം കൂടി 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 വന്ന് ഒടുവിൽ യൗസേപ്പ് ഒറ്റപ്പെട്ടു പോവുക. വചനം 37-ാം അധ്യായം 4, 5, 8, 11, 18, 23 വാക്യങ്ങൾ. നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. 4-ാം വാക്യത്തിൽ അപ്പൻ സ്നേഹിച്ചതിനാൽ സഹോദരങ്ങൾ അവനെ പകച്ചു, വീണ്ടും അധികം പകച്ചു, വീണ്ടും വിദ്വേഷിച്ചെന്ന് പറയുന്നുണ്ട്, അധികം വിദ്വേഷിച്ചെന്ന് പറയുന്നുണ്ട്, ദുരാലോചന ചെയ്തെന്ന് പറയുന്നുണ്ട്, അസൂയ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ കുഴിയിലേക്ക് വലിച്ചെറിയുന്നു. അവൻ ഒറ്റപ്പെട്ടു പോവുകയാണ്, പൊട്ടക്കിണറിലാകുകയാണ്. ഇതിങ്ങനെ പടിപടിയായി വന്ന് യൗസേപ്പ് ഒറ്റപ്പെട്ടു പോവുക. ഈ വേദഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ അറിയാം, സഹോദരങ്ങളെ ഒത്തിരി സ്നേഹിച്ച ആളാണ് യൗസേപ്പ്. അത് വചനം പറയുന്നുണ്ട്. യാക്കോബ് യൗസേപ്പിനെ വിളിച്ചിട്ട് പറയുന്നു, സഹോദരങ്ങൾ ആടിനെ മേയ്ക്കാനൊക്കെ പോയിരിക്കുകയല്ലേ, നീ ചെന്ന് അന്വേഷിക്കണം, ശേഖേമിൽ ചെന്ന് അന്വേഷിക്കണം. അന്നേരം ഓർത്തോണം, സഹോദരങ്ങൾ പകയ്ക്കുകയും അവനോട് വിദ്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പൻ പറഞ്ഞത് കേൾക്കാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ അപ്പൻ പറഞ്ഞു, അതുപോലെ അനുസരിച്ചു, ശേഖേമിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ സഹോദരങ്ങളില്ല. പക്ഷെ യൗസേപ്പ് അതുകൊണ്ട് നിർത്തിയില്ല. യൗസേപ്പ് വീണ്ടും സഹോദരങ്ങളെ കണ്ടെത്തിയേ അടങ്ങുകയുള്ളൂ എന്ന് കരുതി വീണ്ടും മൈലുകളോളം യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിദ്വേഷിക്കുന്ന സഹോദരങ്ങളെ തേടിയാ പോയത്, പകച്ച സഹോദരങ്ങളെ തേടിയാ പോയത്. അപ്പൻ പറഞ്ഞ ഇടം വരെ പേരിന് വേണ്ടി ഒന്ന് പോയിട്ട് തിരിച്ചു പോകായിരുന്നു, അല്ല, അതിനപ്പുറവും പോവുകയാണ്. അങ്ങനെ ദോദാനിൽ ചെന്നാണ് സഹോദരങ്ങളെ കണ്ടുപിടിക്കുന്നത്. ആ സഹോദരങ്ങളാണ് അവനെ വിദ്വേഷിക്കുന്നത്, അവനെ ഒറ്റപ്പെടുത്തുന്നത്, അവനെ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയുന്നത്. He is isolated and betrayed by the very people who should have loved him most. താൻ ആരെ സ്നേഹിച്ചോ, ആരെ കരുതിയോ, അവരാണ് തന്നെ പകയ്ക്കുന്നത്, പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയുന്നത്. നിങ്ങൾ ഈ വേദപുസ്തകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യാക്കോബ് പോലും യൗസേപ്പിനെ മനസ്സിലാക്കിയില്ല. യാക്കോബ് ദർശനങ്ങളുടെ ഉസ്താദാണ്. ഓരോ ദർശനവും ദൈവ പദ്ധതിയുടെ ചുരുളുകൾ അഴിയുന്നതാണ് എന്ന് യാക്കോബിനെ പോലെ അറിയാവുന്ന ആരാ ഉള്ളത്? എന്നിട്ടും യൗസേപ്പിന് ദർശനം കിട്ടിയ സമയത്ത് അപ്പൻ ശകാരിക്കുകയാണ്, ശാസിക്കുകയാണ്. സഹോദരങ്ങളാൽ മനസ്സിലാക്കപ്പെടാതെ ഒറ്റപ്പെട്ടു പോകുന്ന, പിതാവിനാൽ മനസ്സിലാക്കപ്പെടാതെ മാറി നിൽക്കേണ്ടി വരുന്ന യൗസേപ്പിന്റെ ചിത്രമാണ് കുടുംബത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനെയാണ് യൗസേപ്പ് ദൈവത്താൽ അതിജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ടാസിറ്റസ് എന്ന റോമൻ ഫിലോസഫർ പറയുന്നുണ്ട്, ഏറ്റവും അടുത്ത ആളിൽ നിന്നുള്ള പകയും വിദ്വേഷവും അവർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തത്. ഇത് വസ്തുതയല്ലേ? ഏത് പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിച്ചിട്ടില്ലേ? രോഗങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളായിക്കോട്ടെ, സമ്മർദ്ദങ്ങളായിക്കൊള്ളട്ടെ. പക്ഷേ പങ്കാളി മനസ്സിലാക്കുന്നില്ലെങ്കിൽ, മക്കൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ, മാതാപിതാക്കൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, നമുക്ക് ബലം നൽകേണ്ട ആത്മീയ സമൂഹം നമ്മളെ പരിഹസിക്കുന്നെങ്കിൽ, അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷമവും പ്രയാസവും? ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എത്ര കഠിന രോഗത്തിലും നമ്മൾ അതിനെ അതിജീവിക്കത്തില്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നം നമുക്കൊരു പ്രശ്നമാണോ, അതിനെയൊക്കെ നമ്മൾ 100-ൽ അതിജീവിച്ചേ. പക്ഷേ മനസ്സിലാക്കപ്പെടാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ ഉണ്ടായാൽ തളർന്നു പോകില്ലേ? നിർബന്ധമായും നമ്മൾ വായിക്കേണ്ട അതിമനോഹരമായ നാടകമാണ് ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ റോമിന്റെ ഭരണാധികാരിയാണ്. ജൂലിയസ് സീസറിനെതിരെ ഒരു ഉപജാപക വൃന്ദം രംഗപ്രവേശനം ചെയ്തു. പക്ഷേ ജൂലിയസ് സീസറിന് യാതൊരു ഭയവുമില്ല. കാരണം തന്നോടൊപ്പം വിശ്വസ്തരായൊരു കൂട്ടരുണ്ട്. അതിൽ പ്രധാനിയാണ് ബ്രൂട്ടസ്. ആ നാടകം പരിശോധിച്ചാൽ, വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജൂലിയസ് സീസർ പറയുന്നുണ്ട്,
എൻ്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ബ്രൂട്ടസ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്രൂട്ടസ് എന്നെ മനസ്സിലാക്കുന്നു. അതാണ് ജൂലിയസ് സീസറിന്റെ ബലവും കരുത്തും. എന്നാൽ അത് നമ്മളെ പൊള്ളിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഉപജാപക വൃന്ദം ജൂലിയസ് സീസറിനെതിരെ തിരിയുന്നു, നിഷ്കാസനം ചെയ്യുന്നു, കൊലപ്പെടുത്തുമ്പോൾ അവസാന വാള് നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നത് ബ്രൂട്ടസ് ആണ്. ജൂലിയസ് സീസർ തകർന്നു പോവുക. ആ സമയത്ത് ജൂലിയസ് സീസർ പറയുന്ന വാക്കാണ്, യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസേ നീയും. ഉപജാപക വൃന്ദം തനിക്കെതിരെ നടത്തിയ കിരാത പ്രവർത്തനങ്ങളല്ല ജൂലിയസ് സീസറിനെ വേദനിപ്പിച്ചത്. അവസാന വാള് തന്റെ വിശ്വസ്ത ഭടൻ തന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയതാണ് ജൂലിയസ് സീസറിനെ വേദനിപ്പിച്ചത്. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്ന എന്തുകൊണ്ടാ, കരഞ്ഞു പോകുന്ന എന്തുകൊണ്ടാ? സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർന്നൊരു മനുഷ്യന്റെ കഥന കൊണ്ടാണോ? അല്ല. കേൾപ്പാൻ ആരുമില്ലാത്ത, മനസ്സിലാക്കാൻ ആരുമില്ലാത്ത, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ ആത്മനൊമ്പരം കൊണ്ടാണ്. ജീവിതത്തിന്റെ ദുരന്തങ്ങളേക്ക് എത്ര കരുത്തോടാണ് അയാൾ നേരിടുന്നത്. അയാൾ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്വത്തുക്കളൊക്കെ അന്യാധീനമായപ്പോഴ് ഭാര്യയോട് പൊട്ടി പറയുന്ന പോലെ, പറയാതെടി, ദൈവം തന്നു, ദൈവം എടുത്തു. പെരുവിരൽ മുതൽ തലവരെ വ്രണങ്ങൾ തെറിഞ്ഞപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തമ്പുരാൻ തരുന്ന എല്ലാം സ്വീകരിക്കണം. എത്ര കരുത്തോടാണ് ജീവിതത്തിന്റെ ദുരന്തങ്ങളെ നേരിട്ടത്. പക്ഷെ ഇയ്യോബിന് വലിയ ഒരു ബലം എന്താണെന്ന് അറിയാം. തനിക്ക് 3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. എലീഫസ്, ബിൽദാദ്, സോഫർ. ഇവർ തന്നെ മനസ്സിലാക്കുന്നുവെന്നും തന്നോടൊപ്പമുണ്ടെന്നുമായിരുന്നു വലിയ ബലം. ശരിയാണ്. അതുപോലെ അവർ വന്നു, യോബിനോടൊപ്പം കുറെ ദിവസം ഇരുന്നു, മൗനമായിട്ടിരുന്നു. പക്ഷെ അവർ വായി തുറന്നപ്പോൾ ആദ്യം പറഞ്ഞ എന്താണെന്നറിയാമോ? യോബേ, ദൈവം നീതിമാനാ, നീ ഏതാണ്ട് കൊള്ളരുതായ്മ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് നിനക്ക് ഭവിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് യോബ് തകർന്നു പോകുന്നത്. വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ കോറസായിട്ട് യോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ പറയുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വീണ്ടും പറയുക, ദൈവമേ, എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയാൽ കടൽപ്പുറത്തെ മണല് പോലെ. പെരുവിരൽ മുതൽ തലവരെ വ്രണങ്ങൾ കൊണ്ട് ചീഞ്ഞു നാറിയപ്പോഴും, ഭാര്യ തള്ളിപ്പറഞ്ഞപ്പോഴും, സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടപ്പോഴും, ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ചേർത്ത് പിടിക്കാൻ സ്നേഹിതന്മാരില്ലാതായപ്പോൾ, അവർ തനിക്ക് നേരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തിയപ്പോൾ തകർന്നു പോകുന്നു. എക്കാലത്തെയും വിഷമം അതാണ്. യോസേഫിന്റെ ജീവിതത്തിന്റെയും പ്രതിസന്ധി അതാണ്. തന്റെ സഹോദരങ്ങൾ വിദ്വേഷിക്കുന്നു, പകയ്ക്കുന്നു, വലിച്ചെറിയുന്നു, ഒറ്റപ്പെടുത്തുന്നു. അപ്പന് പോലും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ജീവിച്ചിട്ട് കാര്യം എന്നതാ ഇന്നിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രിയമുള്ളവരെ. ഇത് കോവിഡിന്റെ സമയം, ഞാൻ അതിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്ന സമയം, ഞാൻ എൻ്റെ വിദേശത്തുള്ള എല്ലാ സ്നേഹിതരെയും ഫോണിൽ വിളിച്ചു. ഞാനന്ന് മറ്റൊരു സ്ഥലത്തായിരുന്നു. അതുപോലൊരു ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയി. എനിക്ക് ഒരിടത്തോട്ടും പോകാൻ പറ്റാത്ത ഒരു നിസ്സഹായമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിദേശത്തുള്ള എല്ലാവരെയും വിളിച്ചു. അതിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. അയാൾ പറഞ്ഞു, അച്ഛൻ അറിയരുതോ, 2.5 മാസമായി എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഭാര്യയോടും അമ്മയോടും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ മാസവും ശമ്പളം ഞാൻ അയച്ചു കൊടുക്കുന്നത് പോലെ ആരോടെങ്കിലും പണം കടം മേടിച്ച് നാട്ടിലോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് ചിലർക്ക് കോവിഡായി. അവിടെ ഇവിടെയൊക്കെ മരണം കേൾക്കുക. എനിക്കെൻ്റെ മുറിക്കകത്തൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ആകെ നിസ്സഹായാവസ്ഥയില്ല, ഒറ്റപ്പെട്ടിരിക്കുക. ആരാ ഇതൊന്നും മനസ്സിലാക്കുന്നത്? അച്ചോ, ഈ അസുഖം പിടിച്ച് ഇവിടെ കിടന്ന് മരിക്കുന്നതിലൊന്നും എനിക്കൊരു പേടിയില്ല. പക്ഷെ എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അനാഥപ്രേതം പോലെ ഇവിടെ അടക്കരുത്, ഇവിടെ കിടക്കരുത്. മറിച്ച് എൻ്റെ മൃതശരീരമെങ്കിലും നാട്ടിൽ കൊണ്ടുവരണം, എൻ്റെ അപ്പൻ്റെ കല്ലറയിൽ ഒന്ന് അടക്കണം. അത്രയേ ഉള്ളൂ ആഗ്രഹം. ഒരു പക്ഷെ നിങ്ങൾക്കിത് പറഞ്ഞ് പിടികിട്ടില്ലായിരിക്കാം. പക്ഷേ അക്കാലത്ത്, ആ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തവരും നമ്മുടെ സ്നേഹിതരോടൊന്ന് ചോദിച്ചാൽ അവർ പറയും, അവർ കടന്നുപോയ സംഘർഷം. കോവിഡ് നമ്മളെ വിഷമിപ്പിച്ച് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ രോഗത്തിന്റെ കാഠിന്യം കൊണ്ടല്ല, അതിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, ആരുമില്ല കൂടെ. ഇത് പ്രതിസന്ധി എല്ലാ മനുഷ്യനും നേരിടുന്നതാണ്.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും സമയങ്ങളിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരില്ലേ? എന്നെ പൊള്ളിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം കാരുണ്യ ഗൈഡൻസ് സെന്ററിലായിരുന്നു. ആ സമയത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ മിക്കവാറും പോകുമായിരുന്നു. അപ്പോൾ മലപ്പുറംകാരി ഒരു ആമിനയെ പരിചയപ്പെട്ടു. ആമിനയ്ക്ക് ബോൺ ക്യാൻസർ ആയിട്ടാണ് ആമിന RCC വന്നത്. ഒരു വേള എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആമിന പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ കാലിനല്ല ക്യാൻസർ, എൻ്റെ കരളില. എന്നാന്നറിയാമോ അവൾ പറയുന്നതിനർത്ഥം? ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് അവളെ മൊഴി ചൊല്ലി. 2 കുഞ്ഞുങ്ങളും വൃദ്ധയായ മാതാവുമായി റീജിയണൽ ക്യാൻസർ സെന്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആമിനെ കണ്ടു കഴിഞ്ഞാൽ ആരുടെ കണ്ണാ നനഞ്ഞു പോകാതെ ഇരിക്കുന്നത്? അവൾ പറയാതെ പറയുന്നത് ഇങ്ങനല്ലേ, എന്നെ ചേർത്ത് പിടിക്കാൻ അയാളുണ്ടായിരുന്നെങ്കിൽ അർബുദത്തേക്ക് ഞാൻ പൊരുതി തോപ്പിക്കില്ലായിരുന്നോ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഒറ്റപ്പെട്ടു പോകുന്നു. എല്ലാവരും ഉണ്ട്, പക്ഷെ കൂടെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഈ ഒരു പ്രതിസന്ധിയിലാണ് യൗസേപ്പ് ആകുന്നത്. ഇവിടെയാണ് യൗസേപ്പ് തന്റെ പ്രതിസന്ധിയെ നേരിടുന്നത്. അതിന് ഞാൻ ഉറപ്പായി ചിന്തിക്കുന്നു സങ്കീർത്തനം അതിന് ഉത്തരം നൽകുന്നുണ്ട്. 41-ാം സങ്കീർത്തനം ഒറ്റപ്പെട്ടു പോകുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എന്നിട്ട് അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു. ആരുമില്ല, ചേർത്ത് പിടിക്കേണ്ട ആളാണ് കുതികാലുമായിട്ട് നിൽക്കുന്നത്. വിശ്വസിച്ചവനാണ്, അപ്പം തിന്നവനാണ് തനിക്കെതിരെ നിൽക്കുന്നത്. ആരുമില്ല. ദാവീദ് ഒറ്റപ്പെട്ടു പോവുക. എന്നാൽ അതിന്റെ 12-ാം വാക്യം ഒറ്റപ്പെട്ട അവസ്ഥയിൽ അതിനെ അതിജീവിച്ചത് ദാവീദ് ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും നീ എന്റെ നിഷ്കളങ്കത നിമിത്തം എന്നെ താങ്ങും. ദാവീദ് പറയുകയാ, തമ്പുരാനെ, എല്ലാരും ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, എന്നെ വിശ്വസിച്ചവൻ കുതികാലി കൊണ്ട് എന്നെ നേരെ നിൽക്കട്ടെ, അപ്പം തിന്നവൻ എന്നെ ചതിക്കട്ടെ, പക്ഷേ നീ എന്നെ താങ്ങും എന്റെ നിഷ്കളങ്കത നിമിത്തം. ഞാൻ ഉറപ്പായി ചിന്തിക്കുന്നു, ജീവിതത്തിന്റെ നൈർമല്യ നിമിത്തം, കാപട്യമില്ലാത്ത ജീവിത നിമിത്തം, നേരായ ജീവിതക്രമ നിമിത്തം യൗസേപ്പ് തന്റെ ഒറ്റപ്പെടലിനെ ദൈവത്താൽ അതിജീവിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വേദഭാഗം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. തന്നെ ചതിക്കുന്ന, തന്നോട് വിദ്വേഷം പുലർത്തുന്ന, തന്നെ പകയ്ക്കുന്ന, ദുരാലോചന ചെയ്ത സഹോദരങ്ങളെ തേടിയുള്ള യാത്രയാണ്. അവരെ അന്വേഷിച്ചിട്ടും കാണുന്നില്ല, വീണ്ടും യാത്ര ചെയ്യുകയാണ്. എത്ര നിഷ്കളങ്കമായ ഒരു ജീവിതം, എത്ര നേരെയുള്ള ഒരു ജീവിതം, ഒരു പൊയ്മുഖങ്ങളുമില്ലാത്ത യാത്രയാണ് യൗസേപ്പിൻ്റെത്. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മിസ്രൈമിൽ ചെല്ലുമ്പോൾ, അവിടുത്തെ മേലധികാരി ആയിരിക്കുമ്പോൾ കബളിപ്പിച്ച ചതിച്ച സഹോദരങ്ങൾ വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ചേർത്ത് പിടിക്കുക. എത്ര നന്മയുള്ള, എത്ര നിഷ്കളങ്കതയോട് ഇടപെടുന്നു. അവസാനം ഈ മിസ്രൈമിൽ വെച്ച് യൗസേപ്പിന് 2 മക്കൾ ജനിച്ചു. ബോബി അച്ഛന്റെ മനോഹരമായൊരു വ്യാഖ്യാനമാണ്, തനതായ വ്യാഖ്യാനമാണ്. മക്കൾ ജനിച്ചപ്പോൾ യൗസേപ്പ് മക്കൾക്ക് പേരിട്ടതാണ് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യത്തെ മകന് ഇട്ട പേരെന്താണെന്നറിയാമോ? മെനശ്ശെ എന്നാണ്. നമുക്കറിയാം, നമ്മളെ ആരെങ്കിലും കബളിപ്പിച്ചാൽ, ചതിച്ചാൽ, നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, നീ ഓർത്തോണം, അപ്പനെ കബളിപ്പിച്ചവരാക്കൂട്ടര്, അവരോടുള്ള സമ്പർക്കം ഒരിക്കലും അരുത്. നിനക്കൊക്കെ ആവുന്നെങ്കിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. കണക്ക് പറഞ്ഞ് അപ്പൻ പറഞ്ഞ വിഷമങ്ങളെല്ലാം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നവരാ നമ്മൾ. ഒരു കാലത്തും അവരെ വിശ്വസിക്കരുതെന്നൊക്കെ പഠിപ്പിക്കുന്നതാ നമ്മളാ. എന്നാൽ യൗസേപ്പിനെയോളം ചതിക്കപ്പെട്ട ആരാ ലോകത്തിലുള്ളത്? വേദപുസ്തകം പരിശോധിച്ചാൽ ഇത്രയും ചതിക്കപ്പെട്ടൊരു മനുഷ്യനില്ല. പക്ഷേ മകൻ ജനിച്ചപ്പോൾ യൗസേപ്പ് പേരിട്ടു മെനശ്ശെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഗോഡ് ബ്ലസ് മീ ടു ഫോർഗീവ്. തമ്പുരാനെ, ക്ഷമിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ ഓർക്കണം, ഈ വലിയ നോമ്പ് വരുമ്പോൾ അതിന് ശുഭക്കോനോ ശുശ്രൂഷയിൽ പുരോഹിതൻ ജനത്തിന് നേരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ക്ഷമിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ക്ഷമിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. 2ാമത്തെ മകന് പേര് യൗസേപ്പ് ഇട്ടതെന്നല്ല പറയുന്നത്, ദൈവം തന്നെ കൊടുത്തെന്നാ പറയുന്നത്. 2ാമത്തെ മകന്റെ പേര് എഫ്രൈം, സമൃദ്ധി, ഫെർട്ടിലിറ്റി. ക്ഷമിച്ചപ്പോൾ തമ്പുരാൻ അവന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചെന്ന. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, എല്ലാവരും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, ഞാനൊരു കാര്യം പറയുക, നിങ്ങൾ സ്ട്രെയിറ്റ് ആണോ? നിങ്ങളുടെ ജീവിതക്രമം ശുദ്ധമുള്ളതാണോ? നിങ്ങളുടെ ജീവിതക്രമം ദൈവഹിതം അനുസരിച്ചുള്ളതാണോ?
ആരൊക്കെ കൈവിട്ടാലും ദൈവം താങ്ങും. ആരൊക്കെ കൈവിട്ടാലും ദൈവം താങ്ങും. ഒരു ഭക്തനായ കവിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? നിഷ്കളങ്ക ഭക്തനായ ഒരു മനുഷ്യൻ. ജീവിതത്തിന്റെ സുവിശേഷ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുൻപിൽ അദ്ദേഹം ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി പട്ടിണിയായി. ആ സമയത്ത് മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ എന്ന് ആശങ്കയൊക്കെ ഉണ്ടായി. അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ പൂർവ്വകാല സുഹൃത്ത് വരുന്നു. ആ വഴിയിലേക്ക് വരുന്നു. വലിയ അതിശയമായി. ദൈവം ചെയ്യുന്ന വഴി എത്ര അത്ഭുതമാണ്. പക്ഷെ തൻ്റെ വഴിയിലേക്ക് വന്ന സമയം തന്നെ കണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചങ്ങ് പോവുകയാണ്. മുത്തമ്പാക്കൽ സാധു കൊച്ചിനെ ഉപദേശിക്ക് ഒത്തിരി വിഷമമായി പോയി. എല്ലാ പ്രയാസവും മാറുമെന്ന് ചിന്തിച്ച സമയം ഉറ്റ സുഹൃത്ത് തന്നെ കണ്ടപ്പോഴത്തേക്ക് മുഖം തിരിച്ചു പോയി. കണ്ണ് നിറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വന്ന് ആത്മാവിൽ പാടുന്ന പാട്ടല്ലേ, ആരും സഹായമിൽ എല്ലാരും പാരിതിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ ഞാൻ ഉറപ്പായി പറയുകയാണ്, ജീവിതത്തിൽ ആരെല്ലാം ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, എല്ലാവരും നമ്മളെ തള്ളിക്കളയട്ടെ, പ്രിയപ്പെട്ടവർ നമ്മളെ തെറ്റിദ്ധരിക്കട്ടെ, ആത്മീക സമൂഹം നമ്മളെ പരിഹസിക്കട്ടെ, എങ്കിലും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നൈർമല്യമുള്ള ജീവിതമാണ് എങ്കിൽ തമ്പുരാന്റെ കരുതലാവോളം അനുഭവിപ്പാൻ തക്കൊണ്ട് നമുക്കിടയാകും. 2, യൗസേപ്പ് നേരിട്ട പ്രതിസന്ധി അതിനെ അതിജീവിച്ചത്. He overcome pit and prison, the valleys of sorrow by the God Almighty. ജീവിതത്തിന്റെ സഹനത്തിന്റെ താഴ്വരകളെ, കാരാഗ്രഹങ്ങളെയും പൊട്ടക്കിണറുകളെയും ദൈവത്താൽ അതിജീവിച്ചു. സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചവൻ പൊട്ടക്കിണറിലാണ്. പൊത്തിഫേറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോകുന്നു. അത് പോവുകയല്ല, നിങ്ങൾ ഈ ടെക്സ്റ്റ് പരിശോധിച്ചാൽ വലിച്ചെറിയപ്പെടുകയാണ് തൻ്റെതല്ലാത്ത കാരണത്താൽ. നമ്മളൊക്കെ ചിന്തിക്കുന്നു ഈ പിറ്റും പ്രിസണും ഒക്കെ വരുന്നത് ജീവിതത്തിൽ ചിലർ കൊള്ളരുതായ്മയൊക്കെ വരുമ്പോഴാണ്. നമ്മൾ അങ്ങനെയല്ലേ ചിലരെയൊക്കെ വിധിക്കുന്നത്? ചിലരുടെ ജീവിതത്തിൽ ചില വിഷമങ്ങളും സഹനങ്ങളും ഒക്കെ വരുമ്പം പറയും, എങ്ങനെ വരാതിരിക്കും, കയ്യിലിരിപ്പ് അതല്ലേ, ചെയ്തു കൂട്ടി അതല്ലേ, വിരൽ ചൂണ്ടി നമ്മൾ പറയുന്നതായത്. പ്രിയമുള്ളവരെ, യൗസേപ്പിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത സമയത്താണ് സഹനങ്ങൾ വരുന്നത്. സഹനത്തിന് ആരുടെയും കാരണങ്ങൾ കണ്ടുപിടിക്കരുത്. നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയനുസരിച്ച് എന്തെല്ലാം സഹനങ്ങൾ ജീവിതത്തിൽ വരാം. യൗസേപ്പിന്റെ ജീവിതത്തിൽ യൗസേപ്പ് തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, കൂടുതൽ നന്മ ചെയ്തപ്പോഴും ദൈവത്തെ അറിഞ്ഞപ്പോഴും ആ സഹനം ഉണ്ടായത്. സഹോദരങ്ങൾക്ക് വേണ്ടി വീണ്ടും അന്വേഷിച്ചു പോയപ്പോഴാണ് സഹനം വന്നത്. അല്ലാതെ അപ്പൻ പറഞ്ഞു മാത്രം കേട്ടിട്ടെങ്കിൽ പോയിരുന്നെങ്കിൽ ഈ സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറിൽ വലിച്ചെറിയില്ലായിരുന്നു, അവരെ കാണത്തുമില്ലായിരുന്നു, അവർ വലിച്ചെറിയത്തുമില്ലായിരുന്നു. പൊത്തിഫേറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴോ യൗസേപ്പ് ആ തെറ്റിൽ നിന്ന് മാറിയെന്ന് മാത്രമല്ല, പൊത്തിഫേറിന്റെ ഭാര്യയെ പോലും ആ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോഴാ സഹനം ഉണ്ടായത്. പൊത്തിഫേറിന്റെ ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ സഹനം വരുമോ? നിങ്ങൾ എപ്പോഴും ഓർക്കണം, കൂടുതൽ ആത്മീകരായും ദൈവികരായിട്ട് ജീവിക്കുമ്പോഴാണ് ചിലപ്പോൾ സഹനങ്ങൾ കൂടുന്നത്. അതൊന്നും പക്ഷെ നമ്മളെ തളർത്താനല്ലെന്നുള്ള തിരിച്ചറിവ് യോസഫ് നമുക്ക് തരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കൂടുതൽ ദൈവത്തെ അറിഞ്ഞപ്പോഴും കൂടുതൽ പ്രാർത്ഥനയോടെയും ദൈവബോധ്യത്തോടെ അടുത്തു വന്നപ്പോഴല്ലേ വിഷമങ്ങൾ കൂടിയത്? യൗസേപ്പിന്റെ ജീവിതത്തിൽ നന്മ ചെയ്തപ്പോഴാണ്, കൂടുതൽ ദൈവത്തെ അറിഞ്ഞപ്പോഴാണ്, അശുദ്ധിയിൽ നിന്നും മാറി നടന്നപ്പോഴാണ് സഹനം വന്നത്. അല്ലെങ്കിൽ ഈ സഹനങ്ങളൊന്നും അവനുണ്ടാകില്ലായിരുന്നു. പക്ഷേ യൗസേപ്പ് തിരിച്ചറിയുന്നു, ഇതിന്റെ പിന്നിലൊരു ദൈവ പദ്ധതിയുണ്ട്. ഞാൻ ഉറപ്പായി പറയുന്നു, നിങ്ങൾ ചെയ്തതനുസരിച്ചുള്ള സഹനങ്ങളല്ല, ചെയ്തു കൂട്ടിയതിന്റെ പാളിച്ചകൾ കൊണ്ടുള്ള സഹനങ്ങളല്ല, അല്ലാതെ നമ്മൾ ദൈവത്തെ അറിഞ്ഞു ജീവിച്ചിട്ട് സഹനങ്ങൾ വന്നാൽ ആ സഹനങ്ങളുടെ പിന്നിൽ ഒരു ദൈവ പദ്ധതി ഉണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ വായിച്ച ഒരു ഈസോപ്പ് കഥയുണ്ട്. ഒരു വ്യാപാരിയുടെ ഒരു കഴുത ഒരു പൊട്ടക്കിണർ വീണു. രക്ഷപ്പെടുത്താൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ കഴുതയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഒടുവിൽ യജമാനൻ തീരുമാനിച്ചു ഇതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അതിങ്ങനെ കരയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, അത്ര വിഷമം തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് മണ്ണ് വെട്ടി കഴുതയുടെ ചുമലിലേക്ക് ഇട്ടു, പൊട്ടക്കിണറിനകത്തേക്ക് ഇട്ടു. കഴുതയ്ക്ക് ആദ്യം ഒരു വിഷമം തോന്നി, യജമാനൻ എന്നതായി കാണിക്കുന്നത്,
കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുത എന്നെ ചെയ്യുന്നത് ഒന്ന് കുടഞ്ഞു, മണ്ണ് താഴെ വീണു. മണ്ണ് കഴുതയുടെ കാലിൽ പൂണ്ട് നിന്നു. കഴുത ആ കാലെടുത്ത് മണ്ണിന് മുകളിലോട്ട് വെച്ചു. യജമാനന് അത്ഭുതം തോന്നി. വീണ്ടും മണ്ണിടാൻ തുടങ്ങി. കഴുത കാല് കുടഞ്ഞു, അടുത്ത ചൂട് വെച്ചു. ഷെയ്ക്ക് ഇറ്റ് ഓഫ് ആൻഡ് സ്റ്റെപ്പ് അപ്പ്, ഷെയ്ക്ക് ഇറ്റ് ഓഫ് ആൻഡ് സ്റ്റെപ്പ് അപ്പ്, ഷെയ്ക്ക് ഇറ്റ് ഓഫ് ആൻഡ് സ്റ്റെപ്പ് അപ്പ്. ഒടുവിൽ കഴുത പൊട്ടക്കിണറിന് പുറത്തെത്തി. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സഹനങ്ങൾ നമ്മുടെ ചങ്ക് തകർക്കേണ്ട കാര്യമില്ല. ചങ്കിലേക്ക് പോകണ്ട. ചില സഹനങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ദൈവീക ബോധ്യത്തോട് പുതിയ ചൂട് വെക്കാൻ വേണ്ടി. യോസേപ്പ് അത് തിരിച്ചറിഞ്ഞു. ഇതിന്റെ പിന്നിൽ ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഞാൻ ഇനിയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആരാ പറഞ്ഞത് പൊട്ടക്കിണറും കാരാഗ്രഹവും ദൈവ പദ്ധതിയല്ലെന്ന്? നിങ്ങൾ ഓർക്കണം, സഹോദരങ്ങൾ യോസേപ്പിനെ കൊല്ലാനാ തീരുമാനിച്ചത്. അപ്പോഴേ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, അവനെ കൊല്ലണ്ട. ഉടനെ യഹൂദ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അവർക്ക് അവനെ ആർക്കെങ്കിലും വിറ്റുകളയാ. പെട്ടെന്ന് അവർ പൊട്ടക്കിണറിലിടുന്നു. ഇസ്മായിലിക്കാർ വരുന്നു. അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തലപൊക്കി നോക്കുന്നു. ഇസ്മായിലിക്കാർ വരുന്നു, അവർക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയ നാടകീയമാണ്. കൊല്ലാനാ തീരുമാനിച്ചത്. പെട്ടെന്ന് അതിന് മാറ്റം സംഭവിക്കുന്നു. ഒരാൾ പറയുന്നു കൊല്ലണ്ട, മറ്റേയാൾ പറയുന്നു എന്നാ വിൽക്കാം. ഉടനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തലപൊക്കി നോക്കുമ്പോഴത്തേക്ക് ഇസ്മായിൽക്കാർ വരുന്നു. എല്ലാം നാടകീയമാണ്. അവിടെ ദൈവ പദ്ധതിയുടെ ഒരു ത്രെഡില്ല, ഒരു ചരട് കാണാൻ പറ്റുന്നില്ലേ? യൗസേപ്പ് കാരാഗ്രഹത്തിൽ പോയോണ്ടല്ലേ മിസ്രൈമിന്റെ മേലധികാരിയാകാൻ പറ്റിയത്? പിറ്റില്ലാതെ, പ്രിസൺ ഇല്ലാതെ യൗസേപ്പിന്റെ ജീവിതം ഇതുപോലെ അനുഗ്രഹപ്രദമാകുമോ? ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഓരോ പിറ്റും ഓരോ പ്രിസണും ദൈവ പദ്ധതിയുടെ അനന്തമായ വാതിൽ തുറക്കാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സഹനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു നോക്ക്. ഒരു സഹനങ്ങളും നിങ്ങളെ തകർത്തില്ലെന്ന് മാത്രമല്ല, പുതിയ ദൈവീക ബോധ്യത്തോട് ജീവിക്കാൻ നിങ്ങൾക്ക് ബലവും നൽകി. ഞാൻ എപ്പോഴും ചിന്തിക്കും, പൊട്ടക്കിണറൊക്കെ ജീവിതത്തിന് ആവശ്യമാണ്. ജീവിതത്തിൽ ചില പൊട്ടത്തരങ്ങളൊക്കെ തിരിച്ചറിയുന്ന അപ്പോഴാണ്. നമ്മൾ വലിയ മിടുക്കരാന്നല്ലേ പറയുന്നത്? നമ്മളെപ്പോലെ പ്രാപ്തിയുള്ളവര്, കഴിവുള്ളവര്, ബുദ്ധിയുള്ളവര്, സമ്പത്തുള്ളവര്, അധികാരമുള്ളവര് ആരുമില്ലെന്നല്ലേ പറയുന്നത്? കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ചിലർ ICUവിൽ കിടന്നവർ കാണും, വെന്റിലേറ്ററിൽ കിടന്നവർ കാണും. ഒത്തിരി മിടുക്ക് പറഞ്ഞ് നിങ്ങൾ തന്നെ ആ സമയത്ത് കണ്ണ് നിറഞ്ഞു പറഞ്ഞിട്ടില്ലേ, തമ്പുരാനെ ചേർത്ത് പിടിച്ചതും കരുതിയതുമെല്ലാം പൊട്ടത്തരം, ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പറയുന്നു, തമ്പുരാനെ ഇവിടെ ഇരിക്കുന്നത് അല്ലെ കേൾക്കുന്നവർ പറയുന്നു, ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ ഉണ്ടാ. ജീവിതത്തിൽ ചിലതൊക്കെ പൊട്ടത്തരങ്ങളെന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് തമ്പുരാൻ തരുന്ന ചില സഹനങ്ങൾ. ഒത്തിരി മിടുക്കരാന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ മറ്റെങ്ങും പോണ്ട, റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ കുട്ടികളുടെ വാർഡിൽ നിന്ന് പോയാൽ മതി. 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനാ കീമോ ചെയ്യുന്നത്. 4 വയസ്സുള്ള കുഞ്ഞിന്റെ കാല മറ്റൊരു നിർവാഹവുമില്ലാതെ ഡോക്ടർ മുറിച്ചു മാറ്റുന്നത്. അതിവേദന സഹിക്ക വയ്യാതെ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളുടെ ദീനരോധനമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയല്ല. തമ്പുരാനെ, ഈ അതിവേദന കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് എടുത്തോണേന്ന്. ഇവിടെ ഇരിക്കുമ്പോഴെത്ര മിടുക്കരാ നമ്മളെപ്പോലെ എന്തൊരു വാശിയും വൈരാഗ്യവുമാണ്. കൊക്കിന് ജീവനുണ്ടെ പ്രതികാരം ചോദിക്കുമെന്ന് പറയുക. ഒന്നിനകത്തൊരു കാര്യമില്ല. പലതും പൊട്ടത്തരാ, പലതും മണ്ടത്തരാ. യൗസേപ്പിന്റെ ഈ കാരാഗ്രഹത്തിൽ, ഈ പൊട്ടക്കിണറിൽ, അവിടെ പോലും യൗസേപ്പ് എത്ര പ്രകാശമുള്ളവനായിട്ടാണ് ജീവിക്കുന്നത്. കാരാഗ്രഹത്തിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു ബട്ട്ലറും ബേക്കറും ഉണ്ട്. കാരാഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ മടുപ്പും അറുപ്പും ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ പോലും യൗസേപ്പ് എന്ത് ചെയ്യുന്നറിയാമോ? പ്രകാശം വിതറുകയാണ്. രണ്ടുപേരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് പുതിയ ദർശനം നൽകുന്നു. ഒരാളോട് പറയുന്നു, ഫറവോ 3 ദിവസം കഴിയുമ്പോൾ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. മറ്റേ ആളോട് പറയുന്നു, 3 ദിവസം കഴിയുമ്പോൾ നീ മരിക്കും. ഞാൻ ചിന്തിക്കുക, രണ്ടുപേരുടെയും ജീവിതത്തെ പ്രകാശമാനമാക്കി. ഒരാളുടെ അടുക്കൽ പറയുക, നിന്റെ ചുമതല ഇച്ചിരൂടെ പ്രകാശപൂർണ്ണമായിട്ട് ചെയ്യണം. മറ്റേ ആളോടും പറഞ്ഞു കാണും, 3 ദിവസം നീ കഴിയുമ്പോൾ മരിക്കും, അതുകൊണ്ട് ഒരുക്കത്തോടെ നീ തയ്യാറാകണമെന്ന് പറഞ്ഞു കാണും. എന്താ കുണ്ടറേ, ഇരുട്ടിന്റെ ഇടങ്ങളെ ദീപാവലിയാക്കുക, പ്രകാശമാനമാക്കുക. യൗസേപ്പ് എത്ര ശ്രേഷ്ഠമായിട്ടാണ്, എങ്ങനെയാണ് ഈ ജീവിതത്തിന്റെ ഈ സഹനങ്ങളുടെ താഴ്വരയെ, ഈ പൊട്ടക്കിണറുകളെ, കാരാഗ്രഹത്തെ പ്രകാശപൂരിതമാക്കുന്നത്? സങ്കീർത്തനം 42-ാം സങ്കീർത്തനം അതിന് ഉത്തരം നൽകുന്നുണ്ട്.
ദാവീദിന്റെ സങ്കീർത്തനമാണ്. രോഗവും സാമ്പത്തികമായ സമ്മർദ്ദങ്ങളും പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടിരുന്ന സമയം ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അതിങ്ങനെയാ: മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്: ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്തു. വലിയ സഹനങ്ങളുടെ കയത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാണ്: തമ്പുരാനെ, ഞാൻ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്തോത്ര സ്വരത്തോട് വരിക. ഞാൻ നിരാശനാകില്ല. എത്ര സഹനങ്ങൾ വരട്ടെ, ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവോട് ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്തോത്ര സ്വരത്തോട് വരികയാണ്. അടുത്ത വാക്യമാണല്ലോ ഏറെ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും ദൈവവുമാകുന്നു. സഹനങ്ങളിൽ നിരാശപ്പെടാതെ ഇതിലൊരു ദൈവ പദ്ധതി ഉണ്ട് എന്ന് കരുതി ദൈവത്തിൽ പ്രത്യാശയോടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നു. അതിമനോഹരമായൊരു കഥയാണ് ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല. അതിൻ്റെ പല വ്യത്യാസമുള്ള കഥകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണാതിരിക്കാം. അതിൻ്റെ കൃത്യമായ കഥ ഇങ്ങനെയാണ്: ദ ലാസ്റ്റ് ലീഫ്. 3 കഥാപാത്രങ്ങൾ, ജോൺസി, സൂയി, ബെൻഹർ എന്ന വലിയ ചിത്രകാരന്മാർ. ഈ കഥയുടെ പശ്ചാത്തലം ന്യൂയോർക്കിന്റെ പ്രാന്ത പ്രദേശമാണ്. ചിത്രകാരന്മാരെല്ലാം ഒരുമിച്ച് കൂടി താമസിക്കുന്ന ഇടം. നവംബർ മാസം, നല്ല മഞ്ഞുകാലം, ഇല കൊഴിയുന്ന കാലവും. ന്യൂയോർക്കിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം ന്യൂമോണിയ പിടിപെട്ടു. അനേക ആളുകൾ ന്യൂമോണിയ ബാധിച്ചു മരിച്ചു. ജോൺസി, സോയി ജോൺസി എന്ന ഉറ്റ സുഹൃത്തുക്കൾ, അതിൽ ജോൺസിക്കും ന്യൂമോണിയ ബാധിച്ചു. ജോൺസിയുടെ മുൻപിൽ ഒരു ചിന്ത മാത്രം: താനും മരിക്കാൻ പോവാ. സൂയി പറഞ്ഞു, അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഈ ന്യൂമോണിയ ബാധിച്ച എല്ലാവരും ഒന്നും മരിക്കില്ല. എത്ര പേർ സുഖമായിരിക്കുന്നു. അതുകൊണ്ട് നീ മരിക്കില്ല, നീ സുഖമാകും. ഡോക്ടർ ചികിത്സ നടത്തുന്നു, മരുന്നുകൾ നൽകുന്നു. പക്ഷേ നെഗറ്റീവ് ചിന്ത മാത്രം ജോൺസിക്ക്. ഡോക്ടർ പറയുക, സൂയി എന്ന സുഹൃത്തിനോട് പറയുക, സൂയി, ജോൺസിയുടെ കാര്യം എനിക്കറിയില്ല. നിരാശയുള്ള ഒരു മനുഷ്യനെ എങ്ങനെ എനിക്ക് സുഖപ്പെടുത്താൻ പറ്റും? മരുന്ന് നൽകുന്നു, ചികിത്സ നൽകുന്നു, എങ്കിലും അദ്ദേഹം മരിക്കുമെന്നൊരു ചിന്ത മാത്രമാണ്. എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? ഒരു ദിവസം ജോൺസിയും സൂയി മുറിയിലിരിക്കുമ്പോൾ ജോൺസി ജനല് തുറന്ന് നോക്കുമ്പോൾ ഒരു വള്ളിച്ചെടി കാണുന്നു. അതിലെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. നവംബർ മാസം ഇല കൊഴിയുകയല്ലേ. സൂയിയോട് ജോൺസി പറയുക, സൂയി, നീ നോക്കിയേ, അതിലെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അവസാനത്തെ ഇലയും കൊഴിയുമ്പോൾ ഞാൻ മരിക്കും. സൂയി പറഞ്ഞ്, അങ്ങനൊന്നും പറയാതെ, നീ മണ്ടത്തരം പറയാതെ, നീ മരിക്കില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ജോൺസി നോക്കിയപ്പോൾ അവസാനത്തെ ഇല. സൂയിയോട് പറയുക, സൂയി, നാളെ ആ ഇലയും കൊഴിഞ്ഞു വീഴും, ഞാൻ അന്നേരം മരിച്ചിരിക്കും. സൂയിക്ക് ആകെ വിഷമമായി. എന്തെങ്കിലും തന്റെ സ്നേഹിതന് വേണ്ടി ചെയ്യണമല്ലോ. അദ്ദേഹം പ്രസിദ്ധനായ ബെൻഹർ എന്ന ചിത്രകാരനെ വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ആ വള്ളിച്ചെടിയിലെ ഇല പോലൊരു ഇല വെട്ടിയുണ്ടാക്കണം. എന്നിട്ട് മനോഹരമായി പെയിന്റ് ചെയ്യണം. ഒറിജിനൽ ഇല പോലെ തോന്നണം. അതിൽ കുത്തിവെക്കണം. ആ ഇല കൊഴിയുമ്പോൾ ജോൺസി എപ്പോഴും പുതിയൊരു ഇല എവിടെ കാണണം? ദ ലാസ്റ്റ് ലീഫ്, അത് കാണണം. പ്രസിദ്ധനായ ബെൻഹർ എന്ന പെയിന്റർ നന്നേ മഞ്ഞുള്ള ആ രാത്രിയിൽ കഠിനാധ്വാനം ചെയ്ത് അതുപോലൊരു ഇല വെട്ടിയുണ്ടാക്കി അതിൽ കൊത്തിവെച്ചു. രാവിലെ ജോൺസി ജനൽ തുറന്നപ്പോൾ അവിടെ ഇലയിരിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി. സൂയിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവസാന ഇല കൊഴിഞ്ഞിട്ടില്ല, ഞാൻ മരിക്കില്ല, ഞാൻ ജീവിതത്തിലേക്ക് പോവുക. വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ ജോൺസി ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ബെൻഹർ എന്ന വലിയ ചിത്രകാരൻ ആ രാത്രിയിൽ മഞ്ഞത്ത് ആ വള്ളിച്ചെടിയുടെ കീഴിൽ വീണ് മരിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയും കാലം ലോകത്ത് ഇത്രയും പ്രകാശമുള്ള ഒരു കഥയില്ല. ജീവിതത്തിൽ എല്ലാ ഇലയും കൊഴിയും, പക്ഷെ ഒരു ലാസ്റ്റ് ലീഫുണ്ട്. അത് നമ്മുടെ ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ബുദ്ധി പരാജയപ്പെടും, നിങ്ങളുടെ പണം പരാജയപ്പെടും, നിങ്ങളുടെ കഴിവുകൾ പരാജയപ്പെടും, പക്ഷെ ഒരു ലാസ്റ്റ് ലീഫില്ലേ, അത് നമ്മുടെ ദൈവമാണ്. ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ. എൻ്റെ ആത്മാവെ, നിവിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും ദൈവവുമാകുന്നു. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, യു ക്യാൻ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ റോപ്പ്, നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഹോപ്പ്. കയറിന്റെ അറ്റത്തായിരിക്കും, പ്രത്യാശയുടെ അറ്റത്തായിരിക്കില്ല. ജീവിതത്തെ കുറെ കൂടെ പ്രത്യാശയോടെ ജീവിപ്പാനും സഹനത്തിന്റെ അനുഭവങ്ങളെ അതിജീവിക്കുവാനും നമുക്കിടയാകട്ടെ.
2 പ്രതിസന്ധികളാണ് ഞാൻ പറഞ്ഞത്. ഇനി 2 പ്രലോഭനങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ എനിക്ക് അനുവദിച്ച സമയത്തിൽ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. 3 യൗസേപ്പ് നേരിട്ട പ്രലോഭനങ്ങൾ. He overcomes bodily pleasures, especially lust of flesh, by the God Almighty. ശരീരത്തിന്റെ കാമനകളെ, ജഡത്തിന്റെ ആസക്തികളെ ദൈവത്താൽ അതിജീവിക്കുന്നു. പൊട്ടക്കിണറിലെ യൗസേപ്പ് പൊത്തിഫേറിന്റെ ഭവനത്തിലെ അടിമയാകുന്നതാണ് ഇവിടെ കാണുന്നത്. വിശ്വസ്തനും സത്യസന്ധനുമായ യൗസേപ്പിനെ പടിപടിയായി ഉയർത്തി തന്റെ ഗൃഹത്തിന്റെ മേൽവിചാരകനാക്കി പൊത്തിഫേർ മാറ്റുന്നു. സുന്ദരനും സുമുഖനുമായ യൗസേപ്പിനോട് വല്ലാത്തൊരിഷ്ടം പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നു. ഈ വല്ലാത്തൊരിഷ്ടം അടുപ്പമായി, ആകർഷണമായി, ആസക്തിയായി, അനുഭൂതിയായി, ഒടുവിൽ കാമാഗ്നിയിൽ അവൾ സകലതും മറക്കുകയാണ്. തന്റെ കുടുംബത്തെ മറക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നു, ഭാര്യയാണെന്നുള്ളത് മറക്കുന്നു, യജമാനത്തിയാണെന്നുള്ളത് മറക്കുന്നു, അടിമയിൽ നിന്ന് പാലിക്കേണ്ട അകലം മറക്കുന്നു. ജഡത്തിന്റെ ആസക്തിയിൽ പെട്ടുപോയി തരം താണു പോകുന്നു. എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. പ്രിയമുള്ളവരെ, ശരീരത്തിന്റെ ആസക്തി തലച്ചോറിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തരത്തിലും തരം താഴും. എല്ലാ ഉത്തരവാദിത്തങ്ങളും മറക്കും. ഏത് തരത്തിലും അധമമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്രയധികമായി. കാലങ്ങളിൽ കാമുകനോടൊപ്പം ജീവിക്കാൻ ചോരക്കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്ന അമ്മമാരില്ലേ കേരളത്തിൽ? ഓസ്ട്രേലിയ മെൽബണിൽ മാനസിക വിഭ്രാന്തി കാണിച്ചൊരു പെങ്കൊച്ച് കിടക്കുന്നു ജയിലിൽ. നമുക്കതിന്റെ സംഭവം അറിയാം. സോഫിയ വിവാഹം കഴിഞ്ഞു, സുന്ദരമായ കുടുംബജീവിതം നയിക്കേണ്ടവൾ, പഴയ കാമുകനോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അതിൽപ്പെട്ട് എല്ലാ ബന്ധങ്ങളും മറന്ന് ഒടുവിൽ ഭർത്താവിന് ഓറഞ്ച് ജ്യൂസിൽ സൈനൈഡ് കൊടുത്തിട്ട് കൊലപ്പെടുത്തുന്നു. എന്നിട്ട് നാട്ടിൽ വന്ന് ഭർത്താവിന് ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞിട്ട് അടക്കുന്നു, വാവിട്ട് കരയുന്നു, തിരിച്ചു പോകുന്നു. പോലീസിന് സംശയം തോന്നി അവളെ പിടിക്കുന്നു. കൃത്യമായ കേസിന്റെ ചുരുളുകൾ അഴിയുന്നു. ഇപ്പോൾ അവൾ ജയിലിലാണ്. ചിലത് തലയ്ക്ക് പിടിച്ചാൽ, പ്രത്യേകിച്ച് ജഡത്തിന്റെ ആസക്തി തലയ്ക്ക് പിടിച്ചാൽ എല്ലാം മറക്കും. മക്കളെ മറക്കും, പങ്കാളിയെ മറക്കും, കുടുംബത്തെ മറക്കും, പരിശുദ്ധമായ ദാമ്പത്യ ജീവിതത്തെ മറക്കും. ഏത് തരത്തിലും തരം താഴും. അങ്ങനെ അധമമായി പോകും. എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മളിലുണ്ടോ ചിന്തിക്കണം. ഇവൾക്ക് പിന്നെ കുടുംബത്തെ പറ്റി ചിന്തയില്ല. നിങ്ങൾ ഓർക്കണം, ഭർത്താവിനെ പറ്റി ചിന്തയില്ല. ഒറ്റ കാര്യം, എങ്ങനെയും യൗസേപ്പിനോടൊപ്പം. അതുപോലെ അധമയായി പോവുക, തരം താണു പോവുക. അതിനവസരം നോക്കിയിരിക്കുകയാണ്. ഒരു ദിവസം ഭർത്താവില്ല, അനുചരന്മാരില്ല, ആരുമില്ല. അവസാന ശ്രമമായിട്ട് യൗസേപ്പിന്റെ അടുക്കിലേക്ക് പോവുക. യൗസേപ്പ് എന്നാ ചെയ്തെന്നറിയാമോ? ഓടിക്കളയുക, മേലെങ്കി വിട്ടുകളയുക. എത്ര വലിയ ഇച്ഛാശക്തിയോടായിരിക്കണം യൗസേപ്പ് ഇത് ചെയ്തത്? നിങ്ങൾ ഓർക്കണം. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇക്കാലത്ത് വല്ലതും ആയിരുന്നെങ്കിൽ നമ്മളിലുള്ളവർ, നമ്മൾ ചിലർ പറയും, ഇങ്ങനൊരു സാഹചര്യം ആയിക്കഴിഞ്ഞാൽ ആരാ എഴുതിപ്പോവാത്തത്? മിസ്രൈം സ്ത്രീകളെ പറ്റി ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. മിസ്രൈം സ്ത്രീകളെ പറ്റി പറയുന്നത് സുന്ദരിമാരാന്നാ പറയുന്നത്. അകമ്പടി നായകൻ, അകമ്പടി സേനയുടെ തലവനാണ്. അയാൾ ഒരാളെ ഭാര്യയായിട്ട് എടുക്കണമെങ്കിൽ മിസ്രൈം സ്ത്രീകളിലെ സുന്ദരികളിലെ ഏറ്റവും സുന്ദരിയായിരിക്കണം എടുത്തിരിക്കുന്നത്. അങ്ങനെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ് യൗസേപ്പ്. കൗമാരക്കാരനായ ആളിനോടൊപ്പം പറയും, എന്നോടൊപ്പം കൂടാനെന്ന് പറയുന്നത്. ആരാ തെറ്റിപ്പോവാതിരിക്കുന്നത്? അത് മാത്രമല്ല, മിസ്രൈമിൽ കുടുംബബന്ധത്തിന് ഒരു വിലയില്ല. എങ്ങനെയും ജീവിക്കാം, അധമമായതൊക്കെ ചെയ്യാം. അവിടുത്തെ രീതിയാണ്. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, വെൻ ഇൻ റോം ഡു ആസ് റോമൻസ്. റോമിൽ ചെന്ന റോമക്കാരെ പോലെ ജീവിക്കാമെന്ന്. സ്വന്തം നാട്ടിലല്ലല്ലോ, അപ്പനും സഹോദരങ്ങളും കാണുന്നില്ലല്ലോ. ഇവിടെ എല്ലാവരും ഇങ്ങനല്ലേ ജീവിക്കുന്നത്? താനല്ലല്ലോ മുൻകൈ എടുത്തത്. ആ സ്ത്രീയാണല്ലോ തന്റെ അടുക്കൽ നിർബന്ധിക്കുന്നത്. ഒന്ന് നിന്നു കൊടുത്താൽ എന്താ? അതീവ സുന്ദരിയായ ഒരു സ്ത്രീയല്ലേ കൗമാരക്കാരനായ യൗസേപ്പ്. വീണുപോകില്ലേ, ഇടറിപ്പോകില്ലേ എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് മാത്രമല്ല, യൗസേപ്പിന് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇത് യൗസേപ്പിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അകമ്പടി നായകന്റെ ഗ്രഹവിചാരകനാ. ആ ജോലി തുടരണമെങ്കിൽ യജമാനത്തിയെ പ്രീതിപ്പെടുത്തണം. അല്ലെങ്കിൽ യജമാനത്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടമാകും, സ്ഥാനം പോകും. തനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും നിന്നു കൊടുക്കരുത്.
എന്നായിരിക്കാം നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ യൗസേപ്പിന്റെ നിലപാട് ഇത് ശ്രദ്ധിക്കണം. യൗസേപ്പ് ഓടിക്കളയുക. എത്ര വലിയ ഇച്ഛാശക്തിയാണ്. നമ്മളൊക്കെ ഈ സമയത്ത് പറയുന്നത് ചിലതൊക്കെ ഇഷ്ടമില്ലെങ്കിലും ഒക്കെ നിന്നു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? കാലത്തിനനുസരിച്ച് പ്രായോഗികമായി ജീവിച്ചില്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകും. ബി പ്രാക്ടിക്കൽ ആൻഡ് റെലവന്റ് എന്നാ പറയുന്നത്. ചിലതൊക്കെ ഇഷ്ടമില്ലെങ്കിലും ഒന്ന് കണ്ണടച്ചേക്കണം. ഇവിടെയാണ് യൗസേപ്പ് വ്യത്യസ്തനാകുന്നത്. നമ്മളെല്ലാവരുടെയും മുൻപിൽ നല്ലവരായിട്ടൊക്കെ നിൽക്കും. പക്ഷേ ആരുമില്ലാത്തിടങ്ങളിലോ രഹസ്യ ഇടങ്ങളിലോ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമ്പോഴെങ്ങനെ മാതാപിതാക്കളുടെ മുൻപിൽ, പങ്കാളിയുടെ മുൻപിൽ, പ്രിയപ്പെട്ടവരുടെ മുൻപിലൊക്കെ വിശ്വസ്തരായി ആത്മീകരായിട്ടൊക്കെ നിൽക്കും. പക്ഷെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാത്ത ഇടങ്ങളിൽ പ്രലോഭനങ്ങൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ വഴുതി പോകുന്നുണ്ടോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ വഴുതി പോകുന്ന എത്രയോ ആളുകളാണ്. ശരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ പെട്ടുപോയി തകർന്നു പോകുന്നവർ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പലയിടങ്ങളിലും ഉണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലേ. എത്രയോ സംഭവം. ആറ്റുകാലിൽ ഒരമ്മയുടെ ആദ്യ മുഴുവനും തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച തിരോധാന കേസിലെ മുഖ്യ പരാതിക്കാരിയാണ് ബിന്ദു എന്ന അമ്മ. ഈ അമ്മയുടെ ഏക മകൾ കാസർഗോഡ് ദന്തൽ കോളേജിലെ മിടുക്കിയായ വിദ്യാർത്ഥിനി. പഠനത്തിന്റെ സമയത്ത് യാഹിയ എന്നൊരു മുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുകയും മതം മാറി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ചാവേറാകാൻ പോവുകയും ചെയ്തതു മുതൽ നെഞ്ചു നീറി കഴിയുകയാണ് ഈ അമ്മ. അഫ്ഗാനിസ്ഥാനിൽ ചാവേറാകാൻ പോയ അവളുടെ ഭർത്താവ് ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവസാനമായിട്ട് ബിന്ദു എന്ന അമ്മ അറിയുന്നത് തൻ്റെ മകൾ ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നെങ്കിൽ ഇപ്പോൾ അവൾ ചാവേറായി കാണും, അല്ലെങ്കിൽ IS ചാവേറുകളുടെ അടിമയായി കാണും. അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒത്തിരി വിഷമിച്ച് പ്രയാസപ്പെട്ട് അതിവേദനയോട് ഈ അമ്മ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അവസാനമായിട്ട് അവളെ വിളിച്ചത് 2016 ജൂൺ മാസം 4-ാം തീയതി ആയിരുന്നു. അന്ന് വരെ അവൾ കാണാതെ അതിൻ്റെ തലേ ദിവസം, ആ ദിവസം വരെ 3 നേരം ഞാൻ അവളെ ഫോണിൽ വിളിക്കുമായിരുന്നു. മോളെ, പഠനം എങ്ങനെയൊക്കെയുണ്ട്? ഭക്ഷണമൊക്കെ കഴിച്ചോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നന്നായിട്ട് പഠിക്കണം. എല്ലാത്തിനും എത്ര സന്തോഷത്തോടെ, എത്ര നല്ല മറുപടിയായിരുന്നു അവൾ നൽകിയത്. എന്നിട്ടും എന്തേ അവൾ തിരോധാനപ്പെട്ടത് ഞാൻ അറിയാതെ പോയത്? നമ്മളൊക്കെ പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവെള്ള വെച്ച് വളർത്തുന്നത്. എല്ലാവരോട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരോട് പറയുന്നുണ്ട്, അവർ തിരിച്ചും മറുപടി നൽകുന്നുണ്ട്. പഠിക്കുന്ന പുസ്തകങ്ങൾ അറിയാം, പരതുന്ന ഇന്റർനെറ്റ് സൈറ്റുകൾ അറിയാം, കൂട്ടുകാരെ അറിയാം, പള്ളിയിൽ എത്ര സമയമെന്നറിയാം, എന്തൊക്കെ ചെയ്യുന്നെന്നറിയാം. ഈ പറയുന്ന നമ്മളാ പറയുന്നത്, ദാ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവെള്ള വെച്ച് വളർത്തിയതാ, എന്നിട്ടും ഞങ്ങളറിയാതെ കൈ വിരലിനിടയിലൂടെ പോയി. കണ്ണ് നിറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും നടുവിൽ തരം താഴുന്ന തലമുറയായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയോജനം? മംഗളം ദിനപത്രത്തിൽ ഈ അടുത്ത സമയത്ത് ഒന്നൊരു പരമ്പരയുണ്ട്, കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കെട്ടിയ നീതിയും. കേരളത്തിൽ ഒത്തിരി പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നു. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. ഏതെങ്കിലും ഒരുത്തിനെ ഇഷ്ടപ്പെട്ടിട്ട് അവൻ്റെ കൂടെ അങ്ങ് പോവുക, പിന്നീട് ജീവിതം എന്താന്ന് പോലും ചിന്തിക്കില്ല. ഞാൻ എപ്പോഴും എൻ്റെ പരിചയമുള്ള കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റാണ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അത് കേവലം ഒരു പ്രണയത്തിന്റെ പശ്ചാത്തലത്തിലോ ശരീരത്തിന്റെ ഭ്രമത്തിലോ ഭൗതിക സൗന്ദര്യത്തിലോ നോക്കിയാകരുത്. ടേണിംഗ് പോയിന്റാ. പലരും തകർന്നു പോകുന്നത് ഫാമിലി ലൈഫോട് കൂടിയാണ്. പലരും അനുഗ്രഹിക്കപ്പെടുന്ന ഈ ഒരു അനുഭവത്തോടു കൂടിയാണ്. ഇത് തിരഞ്ഞെടുക്കുന്നത് ഏറെ സൂക്ഷിച്ചു വേണം. പക്ഷേ ഇന്ന് കണ്ട് ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട് അതുവരെയും ജീവിച്ച നമ്മുടെ പാരമ്പര്യങ്ങളെ മറന്ന്, മതപശ്ചാത്തലത്തിലെ വിട്ടുകളഞ്ഞ്, കുടുംബത്തിന്റെ അനുഭവങ്ങളെ മറന്ന്, മാതാപിതാക്കളെ വിട്ടുമറന്ന് ഇറങ്ങിപ്പോവുക. ഇതിനിങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? അതായത് ഒരു ജഡ്ജിനുണ്ടായ അനുഭവമാണ് അതിന്റെ തലക്കെട്ട്. അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടർ പറഞ്ഞു, അദ്ദേഹമാണ് അതിന്റെ തലക്കെട്ട് അങ്ങനെ രൂപപ്പെടുത്തിയത്. ഒത്തിരി പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകും. തകർന്നു പോകുന്ന മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുക്കും. അന്വേഷിച്ച് പോലീസ് ആ ചെറുക്കനെയും പെണ്ണിനെയും പിടിച്ച് കോടതിയിൽ ഹാജരാക്കും.
ഒരു സൈഡിൽ അവൾ ഒരു ചെറുക്കൻ കൈപിടിച്ച് നിൽക്കുക. ഇന്നലെ വരെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ അപ്പുറത്ത് ഭാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക. മോളെ, എത്ര തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇനിയെങ്കിലും ഞങ്ങളോട് ഇങ്ങി പോര്, തെറ്റ് നീ നിനക്ക് മനസ്സിലായാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക പേരൻസ്. കോടതി കാര്യങ്ങളെല്ലാം ചോദിക്കും. അവസാനം പെങ്കൊച്ചിനോട് ചോദിക്കും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അവസാനമായിട്ട് പറയുക, നീ പേരൻസിനോടൊപ്പം പോന്നു, ഈ ചെറുക്കനോടൊപ്പം പോന്നു. ജഡ്ജി പറയുക, 95% കേസസിലും വാവിട്ട് കരയുന്ന മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പിച്ച വെച്ച നാൾ മുതൽ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും താങ്ങായി തണലായി നിൽക്കുന്ന മാതാപിതാക്കളുടെ അതിവേദന ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവനോടൊപ്പം പോകുന്നു എന്ന് പറയുന്ന കരുത്തോട് പറയുന്ന പെങ്കൊച്ചുങ്ങളെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഹ്യൂമൻ റൈറ്റ് അല്ലേ, അവർ പറയുന്നതല്ലേ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തലക്കെട്ട്, കണ്ണ് കാണാത്ത പ്രണയം, കണ്ണ് കെട്ടിയ നീതി. മാതാപിതാക്കളുടെ മുൻപിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ജഡ്ജസ് നിസ്സഹായരായി പോകും. പ്രിയമുള്ളവരെ, കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി ജഡത്തിന്റെ മോഹങ്ങളല്ല വേണ്ടത്, അതിന്റെ ആസക്തിയിൽ പെട്ടുപോകുകയല്ല വേണ്ടത്. എനിക്ക് മാതാപിതാക്കളോടും പറയാനുള്ളൊരു കാര്യമുണ്ട്. പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ജീവിതത്തിലൊക്കെ വരും. പക്ഷെ എങ്ങനെയും പോകേണ്ടതല്ല ഈ ജീവിതം. തമ്പുരാൻ ഏൽപ്പിച്ചതാണ് ഈ ജീവിതം. കുടുംബ ബന്ധം പവിത്രമാണ്. ദൈവബോധ്യത്തോടും നടത്താൻ തക്കവണ്ണം ഇവിടെയാകണം. യൗസേപ്പ് എങ്ങനെ ഇതിനെ നേരിട്ടു? 51 സങ്കീർത്തനം പാളിപ്പോയ ദാവീദ് തിരിച്ചറിയുന്നതാണല്ലോ, കരയുന്നതാണല്ലോ. നാഥൻ പ്രവാചകൻ പറഞ്ഞു, ദാവീദേ നീ പാപം ചെയ്തു. ദാവീദ് ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവമേ, ഞാൻ ബത്ശബയോട് പാപം ചെയ്തെന്നോ, എൻ്റെ പങ്കാളികളോട് പാപം ചെയ്തെന്നോ, എൻ്റെ മക്കളോട് തെറ്റ് ചെയ്തെന്നോ, ഇസ്രായേൽ സമൂഹത്തോട് തെറ്റ് ചെയ്തെന്നോ അല്ല. ദൈവസന്നിധിയിൽ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ദാവീദ് വ്യഭിചാരം ചെയ്ത ആളാ. ദൈവസന്നിധിയിൽ വന്നിട്ട് പറയും, ദൈവമേ, നിന്നോട് ഞാൻ പാപം ചെയ്തു. അഡൽറ്ററി, അത് ദൈവത്തിനെതിരെയുള്ള പാപമാണ്. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് യോസേപ്പിനെ അതിജീവിച്ചതെന്ന് അറിയാമോ? ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അതിന്റെ 37-ാം അധ്യായം ഇതിന് 9-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതിന്റെ മലയാള തർജ്ജിമ കൃത്യമല്ല. ഇംഗ്ലീഷ് തർജ്ജിമ ഇങ്ങനെയാണ്, ഹൗ ക്യാൻ ഐ ഡു ദിസ് ഗ്രേറ്റ് വിക്കഡ്നെസ് ആൻഡ് സിൻ അഗൈൻസ്റ്റ് ഗോഡ്? എനിക്ക് എങ്ങനെ അധമ പാപം ചെയ്യാൻ കഴിയും? എന്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ കഴിയും? അഡൽറ്ററി യൗസേപ്പിനറിയാം, അതെന്റെ ദൈവത്തിനെതിരെയുള്ള പാപമാണ്. എൻ്റെ സഹോദരങ്ങളെയോ എൻ്റെ അപ്പയോയോ എൻ്റെ കുടുംബത്തെയോ ചതിക്കുന്നതോ കബളിപ്പിക്കുന്നതോ അല്ല. എന്നെ സ്നേഹിച്ച് ഗ്രഹവിചാരകനാക്കിയ പൊത്തിഫേർ എന്ന നല്ല യജമാനെ വഞ്ചിക്കുന്നതുമല്ല. എൻ്റെ ദൈവത്തിനെതിരെയുള്ള പാപമാണ്. വിവാഹത്തെ പറ്റി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? മാരേജ് ഈസ് അറേഞ്ച്ഡ് ബൈ ദി ചർച്ച് ആൻഡ് സീൽഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. ഇത് മുദ്രയിടുന്നത് പരിശുദ്ധാത്മാവാ. വചനം ഭയപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. പങ്കാളിയെ മറന്ന് പ്രലോഭനങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് അധമമായി പോയിട്ടുണ്ടെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അതാണ് ഇവിടെ യൗസേപ്പ് പറയുന്നത്. ദൈവമേ, നിന്നോടെതിരെയുള്ള പാപമല്ല, അല്ല എൻ്റെ പങ്കാളിയോ എൻ്റെ യജമാനോടെതിരെയുള്ള പാപമല്ല. ദൈവമേ, നിന്നോടെതിരെയുള്ള പാപം എനിക്ക് എങ്ങനെ ഈ അധമ പാപം ചെയ്യാൻ കഴിയും? ഒന്ന് ആത്മശോധന ചെയ്യണം. പാളിപ്പോയ ഇടങ്ങളുണ്ടോ? തമ്പുരാൻ കാണാത്തതായി എന്താ ഉള്ളത്? എല്ലാവരിൽ നിന്നും നമുക്ക് മറച്ചു വെക്കാം. പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്. മക്കളുടെ മുൻപിൽ സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം. പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത നടിച്ചു നിൽക്കാം. നമുക്കറിയാം, പൊതുസമൂഹത്തിന്റെ മുൻപിൽ ആത്മീയരായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ ദൈവം കാണുന്നുണ്ട്. യൗസേപ്പ് പറയുക, എൻ്റെ സമസ്തവും ദൈവം കാണുന്നുണ്ട്. യജമാനിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും, സഹോദരങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും. പക്ഷേ ദൈവമേ, ഇത് നിന്റെ മുൻപിൽ ചെയ്യുന്ന പാപമാണ്, നീ കാണുന്നതാണ്. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ, മേലാൽ എന്നില ശുദ്ധേനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. അവസാനത്തേത്, രണ്ടാമത്തെ പ്രലോഭനം, നാം ചിന്തിച്ച ചിന്തകളിൽ 4-ാമത്തെ ഡിവിഷൻ. ഹി ഓവർകംസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പവർ ആൻഡ് മണി ബൈ ദ ഗോഡ് ഓൾമൈറ്റി. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനങ്ങളെ, പ്രഭയെ ദൈവത്താൽ അതിജീവിച്ചു. കാരാഗൃഹത്തിലെ യൗസേപ്പ് ഇപ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിലെ മേൽവിചാരകനാണ്. നാടകീയമായ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. ഫറവോ ചില സ്വപ്നങ്ങൾ കാണുന്നു. വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും പറ്റുന്നില്ല. പാനപാത്രവാഹകൻ പറഞ്ഞതനുസരിച്ച്, ഫറവോയുടെ കൽപ്പന അനുസരിച്ച് യൗസേപ്പ് കൊട്ടാരത്തിൽ ഹാജരാകുന്നു.
യൗസേപ്പ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നു. രാജാവേ, മിസ്രൈമിന് സമൃദ്ധിയുടെ 7 വർഷങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ 7 വറുതിയുടെ വർഷങ്ങൾ. ഈ സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവിടുന്ന് 5-1 ധാന്യം ശേഖരിക്കണം. ഇത് വറുതിയുടെ വർഷങ്ങളിൽ ഉപയോഗിക്കണം. അങ്ങനെ ക്ഷാമകാലത്തെ അങ്ങേക്ക് ക്ഷേമകാലമായിട്ട് ആക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ, മേൽവിചാരകനെ അങ്ങ് ആക്കി വെക്കണം. ഫറവോ അത്ഭുതപ്പെട്ട് പറയുകയാണ്, നിന്നെ പോലെ ദൈവാത്മാവുള്ള മനുഷ്യൻ മറ്റാരാ ഉള്ളത്? അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ഭവനത്തിന്റെ ഗ്രഹവിചാരകനാക്കുന്നു. തുടർന്ന് 5 പദവികൾ അവിടെ യൗസേപ്പിന് ഫറവോ നൽകുന്നു. 41-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ഭവനത്തിന് മാത്രമല്ല, എൻ്റെ രാജ്യത്തിനും മേൽവിചാരകനായിരിക്കും. 1. 2, കയ്യിലെ മുദ്രമോതിരം കൊടുക്കുന്നു. ടു ആക്ട് ആസ് ഫറവോ, ഫറവോയെ പോലെ പ്രവർത്തിക്കാൻ. ടു റെപ്രസെന്റ് ഫറവോ, ഫറവോ ആയിട്ട് പ്രവർത്തിക്കുവാൻ. 3, മേലങ്കി ധരിപ്പിക്കുന്നു. 2 പ്രാവശ്യം യൗസേപ്പിന് മേലങ്കി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1, സഹോദരന്മാർ അവന്റെ മേലങ്കി എടുത്തു. 2, പൊത്തിഫേറിന്റെ ഭാര്യ പിടിക്കുന്ന സമയത്തും മേലങ്കി ഇട്ടേച്ചാ ഓടിപ്പോയത്. ഇവിടെതാ മറ്റൊരു മേലങ്കി കിട്ടുന്നു, ഈജിപ്ഷ്യൻ ചിത്രപ്പണിയുള്ള സുന്ദരമായ മേലങ്കി. 4, അവന് 2ാം രഥം കൊടുക്കുന്നു, സ്വർണ്ണ ചെയിൻ കൊടുക്കുന്നു. ഫറവോ കഴിഞ്ഞാലുള്ള സ്ഥാനം. 5, എല്ലാവരും ഈ യൗസേപ്പിനെ വന്ദിക്കണം. അവന്റെ കൽപ്പനയില്ലാതെ ഒരു കയ്യോ കാലോ മിസ്രൈമിൽ അനങ്ങരുത്. എന്തൊരു അത്ഭുതമാണ് ഇത്! നിങ്ങൾ ആലോചിച്ച് നോക്കണം. പൊട്ടക്കിണറിൽ കിടന്ന ആളാണ്, കാരാഗ്രഹത്തിൽ കിടന്ന ആളാണ്. ചിന്തിക്കാൻ പോലും പറ്റുമോ? ഞാൻ അതാ പറഞ്ഞത്, ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ എന്തെല്ലാം സഹനങ്ങൾ വന്നാലും തമ്പുരാൻ അവനെ കൈവിടില്ല. ചിന്തിക്കുന്നതിന് അപ്പുറം അനുഗ്രഹങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. നിങ്ങൾ ഓർക്കണം, മിസ്രൈം ചരിത്രത്തിൽ ഇത് ആദ്യമാണ് ഒരു അന്യജാതിക്കാരൻ, ഒരു അന്യ ദേശക്കാരൻ മിസ്രൈമിന്റെ മേലധികാരിയാകുന്നു. ഫറവോ കഴിഞ്ഞാൽ 2ാം സ്ഥാനം. മിസ്രൈമിന്റെ ചരിത്രത്തിൽ ഇന്നയോളം ഇത് സംഭവിച്ചിട്ടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നന്മയോടെ ജീവിച്ചാലും മനുഷ്യർ നമ്മളെ തള്ളിക്കളയായിരിക്കും, ലോകം നമ്മളെ ഉപേക്ഷിക്കുമായിരിക്കും. പക്ഷെ ദൈവം നമ്മളെ കൈവിടില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് യൗസേപ്പിന്റെ ജീവിതം. എന്തൊരു അത്ഭുതമാണ്! നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫറവോ പൊത്തിഫേറിന്റെ ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ജോലിക്കൊരു പ്രൊമോഷൻ കൂടുതൽ കിട്ടിയേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശമ്പളം കിട്ടിയേനെ. ഇവിടെ പൊത്തിഫേർ അകമ്പടി സൈന്യത്തിന്റെ തലവന, അതുക്കും മേല വേണമെങ്കിൽ അങ്ങനെ പറയുന്നത്. ഫറവോ കഴിഞ്ഞാൽ വലിയ സ്ഥാനം, അത്രയും സ്ഥാനം കൊടുത്തു. വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോട് ജീവിച്ചാൽ, നന്മയോട് ജീവിച്ചാൽ എല്ലാ സഹനങ്ങളിൽ നിന്നും അത്ഭുതകരമായി തമ്പുരാൻ കർത്താവ് വിടുവിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം യൗസേപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗത്തേക്ക് പോകാം. മിസ്രൈമിന്റെ ക്ഷേമകാലം 7 വർഷം. യൗസേപ്പിനെ മേലധികാരിയാക്കിയല്ലോ. യൗസേപ്പ് 5-1 ധാന്യങ്ങൾ ശേഖരിക്കുകയാണ്. വചനത്തിൽ 41-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യൗസേപ്പ് മിസ്രൈമിൽ ധാന്യങ്ങൾ കടൽക്കരയിലെ മണ്ണുപോലെ ശേഖരിച്ചെന്ന്. അതുപോലെ സമൃദ്ധിയായിരുന്നു, അതുപോലെ സമൃദ്ധി. എന്നിട്ട് പറയുകയാണ് അവിടെ, അതായത് അളപ്പാൻ കഴിവില്ലായികയാൽ അളവ് നിർത്തിവെച്ചെന്നാ പറയുന്നത്. ചുമ്മാ അങ്ങ് ശേഖരിച്ചു, അതുപോലെ ധാന്യങ്ങളായി. പിന്നീട് വറുതിയുടെ കാലം വന്നു, ക്ഷാമകാലം വന്നു. അപ്പോൾ 41-ാം അധ്യായം 54-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്ഷാമകാലത്ത് മിസ്രൈം ദേശത്തിന് മുഴുവൻ ആഹാരം ഉണ്ടായിരുന്നു. എത്ര ഉൾക്കാഴ്ചയോടെയാണ്, എത്ര സൂക്ഷ്മതയോടെയാണ്, എത്ര ശ്രദ്ധയോടെയാണ്, എത്ര നിയോഗബോധ്യത്തോടെയാണ് യൗസേപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, മിസ്രൈമിൽ മാത്രമല്ല യൗസേപ്പ് ധാന്യം കൊടുത്തത്. നിങ്ങളത് ചിന്തിച്ചാൽ അറിയാം. മിസ്രൈമിന്റെ ചുറ്റും മിസ്രൈമിന്റെ ശത്രുക്കളാണ്. വചനത്തിൽ പറയുന്നുണ്ട്, അന്യരാജ്യത്തു നിന്ന് എല്ലാവരും വന്നു. അവർ ശത്രുക്കളല്ലേ, അവർക്കെന്തിനാ കൊടുക്കുന്നത്? പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അവർക്കെല്ലാം യൗസേപ്പ് ധാന്യങ്ങൾ കൊടുക്കുകയാണ്. ഈ അധികാരവും പണവും കിട്ടിയ സമയം പൊത്തിഫേറിന്റെ ഭാര്യയെയും കുടുംബത്തെ ഒരു പാഠം പഠിപ്പിക്കായിരുന്നു, ചെയ്തില്ല. സഹോദരങ്ങൾ വഞ്ചിച്ച് വിദ്വേഷിച്ച സഹോദരങ്ങൾ വരികയാണ്. അപ്പം അവരോട് കുസൃതി കാണിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര സ്നേഹത്തോടാണ് ഇടപെടുന്നത്. 20 വെള്ളിക്കാശിന് യൗസേപ്പിനെ വിറ്റവരാ. ഈ സഹോദരൻ ചെയ്ത് എന്താണെന്നറിയോ? കരഞ്ഞു പോകും. 200 വെള്ളിക്കാശ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുക. ഇത്രയും ക്ഷമിക്കാൻ ആർക്ക് കഴിയും?
ഇവിടെ ഈ സഹോദരങ്ങള് യൗസേപ്പാണ് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേടിച്ചു പോവുക. അപ്പോഴത്തേക്ക് അതിന്റെ 45-ാം അധ്യായം 9-ാം വാക്യാണെന്ന് പറയുന്നുണ്ട്. അവിടെ യൗസേപ്പ് പറയുക, നിങ്ങളല്ല എന്നെ ഈ സ്ഥാനത്താക്കിയത്, എൻ്റെ ദൈവമാണ് എന്നെ ഈ സ്ഥാനത്താക്കിയത്. കണ്ണു നിറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ഇണങ്ങിയതുപോലെ ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് ഇണങ്ങിയതുപോലെ ചെയ്യണം. എത്ര ശ്രദ്ധയോടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയല്ലേ ഒരാൾ ചെയ്യേണ്ടത്? ഒരു നിയോഗം ഏൽപ്പിച്ചപ്പോൾ അതിന്റെ പണത്തിലും അതിന്റെ അധികാരത്തിനും പ്രഭയിൽ മറന്നുപോയില്ല. ഇത് ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ഒരു കാര്യവിചാരബോധ്യത്തോട് ജീവിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് ഇതിന് കഴിയുന്നുണ്ട്? ആരുടെ കയ്യിൽ അധികാരമില്ലാത്തത്? ആരാ പണം കൈകാര്യം ചെയ്യാത്തത്? തമ്പുരാൻ തന്നതാണെന്നൊരു ബോധ്യം നമുക്കുണ്ടോ? നമ്മളെ കബളിപ്പിച്ചവരോട് ഇരട്ടി കബളിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ചെയ്തോ അതിന് ഇരട്ടി ചെയ്യുക. നിങ്ങൾ ഓർക്കണം, ഈ വാക്യം വായിക്കുമ്പോൾ, ഭാഗം വായിക്കുമ്പോൾ കരഞ്ഞു പോകത്തില്ല. 20 വെള്ളിക്കാശിന് സഹോദരങ്ങളെ വിറ്റവരാ സഹോദരങ്ങൾ. അവർക്ക് 200 വെള്ളിക്കാശ് കൊടുക്കുക. പണത്തിന് മുൻപിൽ ബന്ധങ്ങൾക്കാവില്ല. ബന്ധങ്ങൾ മുറിച്ചെറിയാനുള്ളതല്ലെന്നുള്ള പാഠം പഠിപ്പിക്കുക. കുറ്റബോധം കൊണ്ട് അവര് വിങ്ങിപ്പൊട്ടിക്കാണ് സഹോദരങ്ങൾ. നമ്മളോ ഏറെ ശ്രദ്ധയോടെ ഇത് പഠിക്കണം. നമ്മുടെ എത്ര ഭരണകർത്താക്കൾക്ക്, ഉദ്യോഗസ്ഥർക്ക്, അധികാരികൾക്ക് ഈ ബോധ്യമുണ്ട്? തങ്ങൾക്കിണങ്ങിയതുപോലെ ജീവിക്കുക. ചില സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് ചെയ്തത് കണ്ടില്ലേ? കൈക്കൂലിയായിട്ട് 1.25 ലക്ഷം രൂപയാ മേടിച്ചത്. ക്രൈംബ്രാഞ്ച് DVSP കൃത്യമായിട്ട് പിടിച്ചു. എന്നിട്ട് നമ്മളെ വിഷമിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? ഒരു കുറ്റബോധമില്ല, ഒരു കൂസലില്ല, പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഇല്ല. തെളിവെടുപ്പിനായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മോളെ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അപ്പം വാവിട്ട് കരഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയുന്നത്. എത്ര തരത്തിൽ തരം താഴ്ന്നു പോകുന്നു. നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുക, നമുക്കതിൽ അഭിമാനിക്കാം. 2025 ആകുമ്പോൾ ഇന്ത്യ വൻശക്തിയാകും. പക്ഷെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യ വൻശക്തിയാകുന്നതിൽ തടയുന്നത് എന്താണെന്നറിയാമോ? ഇവിടുത്തെ അഴിമതിയാണ്, കറപ്ഷൻ, സ്വജനപക്ഷപാതം, സ്വജന പ്രീണനം, കെടുകാര്യസ്ഥത. ഇത്രയുമുള്ള രാജ്യങ്ങൾ അത് ചുരുക്കമാണ് ലോകരാജ്യങ്ങളിൽ. ഇവിടുത്തെ നമുക്ക് ഭരണാധികാരികൾ ഒരു സ്ഥാനത്തെത്തുമ്പോഴത്തേക്ക് അവർ പിന്നെ സ്വജന പ്രീണനമാണ്. വോട്ട് ബാങ്ക് അനുസരിച്ച് അങ്ങനെയുള്ള മതങ്ങൾ, തങ്ങൾക്ക് ആര് വോട്ട് തന്നോ അങ്ങനെയുള്ള മതപ്രസ്ഥാനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കും. പ്രാദേശികമായ പാർട്ടികളെ പിന്തുണയ്ക്കും. എതിരുള്ള പാർട്ടികളെ പരമാവധി തകർക്കും. അതല്ലേ കേരളത്തിൽ നടക്കുന്നത്, കേന്ദ്രത്തിൽ നടക്കുന്നത്. അല്ലാതെ രാജ്യത്തിന്റെ, സ്റ്റേറ്റിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഇവർ എപ്പോഴെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ വളരുന്നുണ്ട്. നമ്മുടെ ചെറുകിട കച്ചവടക്കാർ കടക്കണിയില്ല. കൂറ്റൻ മാളുകൾ ഉയരുന്നുണ്ട്. കർഷകർ ആത്മഹത്യ ചെയ്യുക. എന്തൊരു വല്ലായ്മയായത്, എന്തൊരു പ്രയാസമായത്. നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, നമുക്ക് നമ്മളിലേക്കൊന്നും വരാം. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. തൊട്ടടുത്തുള്ള നമ്മുടെ ചെറുകിട കച്ചവടക്കാരോട് ചോദിച്ചാൽ മതി. ബിസിനസ് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് കൂറ്റം മാളുകൾ വരിക, എറണാകുളത്ത് വരിക, കോഴിക്കോട്ട് വരികയാ. റിലയൻസിന്റെ മാളുകൾക്ക് അനുവാദം കൊടുത്തിരിക്കുക. അംബാനിയും അദാനിയും രാജ്യത്ത് വളരുന്നു. പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? കർഷകർക്ക് നിലനിൽപ്പിനായിട്ട് പ്രവർത്തിക്കണ്ടേ? എന്തൊരു ദുരവസ്ഥയായത്. ഞാൻ യാദൃശ്ചികമായി പറഞ്ഞു പോയതേ ഉള്ളൂ. നമുക്ക് നമ്മളിലേക്കൊന്ന് അടുത്ത് വരാം. നമുക്ക് എത്ര പേർക്ക് ഒരു സാമ്പത്തിക സത്യസന്ധതയുണ്ട്? തന്നതെല്ലാം കൃത്യമായി കാര്യവിചാരബോധ്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാലത്ത് നമുക്ക് മോൻസൻ മാവുങ്കലും റോണക്കും ഒക്കെ താരങ്ങളാകുന്ന കാലമല്ലേ? എന്തോ ഒരു കബളിപ്പിക്കൽ അയാൾ ചെയ്തത്. ആദാമിന്റെ, ഞാൻ തമാശയായിട്ടാണ് പറയുന്നത്, ആദമിന്റെ വാരിയൽ വരെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ DGP വരെ കബളിപ്പിച്ചു അയാൾ. ഇപ്പം പുതിയൊരു റോണക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എന്തോ ഒരു തട്ടിപ്പ. ഇതിന്റെ പിന്നിൽ കൈകൊട്ടാനും ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കാനും പോകാന് അത്രയും മന്ദബുദ്ധികളാണോ നമ്മുടെ ആളുകൾ? മൊബൈലിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. 1.5 കോടി. റോണക്ക് ബ്രദറ് ബർമിഡായിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ മതി, കെട്ടിപ്പിടിച്ചാൽ മതി, അടുപ്പിച്ച് ചേർത്ത് നിർത്തിയാൽ മതി, ഉടനെ ഫണ്ട് ട്രാൻസ്ഫർ ആയിക്കോളും. എന്നിട്ട് ഫോണിൽ ഒരാളെ നിർത്തിയിരിക്കുക. 1.5 കോടിയായി. ശരിക്കും ആയോ? 1.5 കോടിയായി. എന്തോ ഒരു കബളിപ്പിക്കലായി നടത്തുന്നത്. അത് മാത്രമല്ല, അയാൾ പുൾപിറ്റിന് മുൻപിൽ വേദപുസ്തകം പിടിച്ചുകൊണ്ട് വന്ന ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് എന്തോ ഒരു തരംതാണ അവസ്ഥയായത്.
ഒരു മാന്യമായ ഒരു ഡ്രസ് കോഡെങ്കിലും ചെയ്യണ്ടേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവിന്റെ കാലത്ത് ചൂടുള്ള പാലസ്തീനിൽ കർത്താവ് വേണേ ട്രൗസർ ഇട്ടേനെ, ഇതുണ്ടായിരുന്നെങ്കിൽ. പൗലോസ്ലീഹ ലെവയുടെ ജീൻസും ടീഷർട്ടും ധരിച്ചേനെന്ന്. എന്തൊരു തരം താഴണ പ്രയോഗങ്ങളാ! അതിന്റെ പിന്നിൽ പാടാനും അതിന്റെ പിന്നിൽ പോകാനും അങ്ങനെയുള്ള പ്രോസ്പെരിറ്റി തിയോളജിയ എല്ലാം ഒന്ന് ചിന്തിക്കാനും ഇന്നത്തെ ക്രൈസ്തവരുണ്ടെന്ന് പറയുന്നത് എന്തൊരു ഗതികേടിന്റെ കാലമായത്! ഇത്ര പൊട്ടന്മാരാണോ നമ്മൾ? ഇത്ര മന്ദബുദ്ധികളാണോ നമ്മൾ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോഴേതായാലും ഒരു കാര്യമുണ്ട്, രോഗശാന്തി ശുശ്രൂഷയൊന്നും അധികമില്ല ഈ കോവിഡ് വന്നപ്പോൾ. പക്ഷെ അത് തേണ്ടി ഈ അടുത്ത സമയത്ത് വീണ്ടും തുടങ്ങി. ഞാൻ കണ്ട ഒരു രോഗശാന്തി ശുശ്രൂഷയുടെ പോസ്റ്ററാണ്. അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും അത്ഭുത രോഗശാന്തിയും വിടുതൽ ശുശ്രൂഷയും. എന്നിട്ട് 2 വാക്സിൻ എടുത്തവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. മാസ്ക് ധരിച്ചിരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസും വേണം, ടെമ്പറേച്ചറും പരിശോധിക്കും. അവർക്ക് മാത്രമേ ഉള്ളൂ സൗഖ്യം. ഇതെന്തോ സൗഖ്യദാന ശുശ്രൂഷയാ? അവിടെ നടക്കുന്ന സൗഖ്യദാന ശുശ്രൂഷ നടുവേദനയും മുട്ടുവേദനയും കൈവേദനയും. ഞാൻ ഇവരോടൊക്കെ പറയും, ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവരോടും ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റെങ്ങും പോണ്ട, റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയാൽ മതി. എത്രയോ ആളുകൾ അതിവേദനയോടെ വാവിട്ട് കരയുകയാണ്. ഇതിന്നൊരു വിടുതൽ ലഭിക്കാൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് അവിടെ ചെന്നൊരു രോഗശാന്തി ശുശ്രൂഷ നടത്താത്ത എന്തേ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിന്റെ ഇത്രയും ഫണ്ട് വെറുതെ ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ. കോടികളൊന്നും കൊടുക്കണ്ട, ലക്ഷങ്ങളും കൊടുക്കണ്ട, 10,000-ങ്ങളും കൊടുക്കണ്ട. ചികിത്സിക്കാനായിട്ട് പണത്തിനായിട്ട് വിഷമിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്, ആദിവാസികളുണ്ട്. അവർക്ക് 200 നോട്ട് കൊടുത്താൽ മതി, അത്രയും ട്രാൻസ്ഫർ ചെയ്താൽ മതി. എന്തൊരു കബളിപ്പിക്കലാണ്! ആത്മീയ മേഖലകളിൽ എനിക്ക് തോന്നുന്നു മറ്റ് ഭൗതിക സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ കളിപ്പിക്കലും ചതികളും നടക്കുക. ഞാനിത് യാദൃച്ഛികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരാം. സാമ്പത്തികമായൊരു സത്യസന്ധതയും നീതിബോധവും നമുക്കുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണം. യൗസേപ്പിനെ നേരിട്ട് എന്താണെന്നറിയാമോ? സഹോദരങ്ങൾ അവൻ വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങളല്ല എൻ്റെ ദൈവമാണ് എന്നെ ഉണ്ടാക്കിയത്. 20-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്, ദാവീദ് രാജാവിന്റെ സങ്കീർത്തനം. ജനങ്ങൾ കോറസായിട്ട് ഗീതങ്ങൾ പാടുന്നു, അതിന് പ്രത്യുത്തരമായി രാജാവിന്റെ മറുപടിയുമാണിത്. അതിന്റെ അവസാനം 6, 7, 8 വാക്യങ്ങൾ, 7, 8, 9 വാക്യങ്ങൾ. അതിങ്ങനെയാണ്: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. രാജാവ് പറയുകയാണ്. അവസാനം ജനങ്ങളെല്ലാം പാട്ടുകളൊക്കെ പാടി പറയുകയാണ്. അവസാനം ജനങ്ങൾ വീണ്ടും രാജാവിനെ രക്ഷിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ സങ്കീർത്തനത്തിൽ. ജനങ്ങളുടെ പറയുമ്പോൾ ഇതിന് പ്രത്യുത്തരമായിട്ട് പറയുക, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. രഥമെന്താ? എക്കാലത്തും അത് സമ്പത്തിന്റെ പ്രതീകമാണ്, പണത്തിന്റെ പ്രതീകമാണ്. കുതിരയോ അധികാരത്തിന്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ദ സിംബൽ ഓഫ് ദ പവർ ആൻഡ് ദ മണി, പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമാണ്. എല്ലാ രാജാക്കന്മാരും അവരുടെ പണത്തിലും അധികാരത്തിലും ആശ്രയിക്കുമ്പോൾ ദാവീദ് രാജാവ് സഭയുടെ മുൻപാകെ നിന്നുകൊണ്ട് പറയുക, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. എനിക്ക് കീർത്തിക്കാനൊന്നുമില്ല, എന്നെ പറ്റി ദൈവമാക്കിയതായി സ്ഥാനത്ത്. ആ ബോധ്യമാണ് എനിക്കുള്ളത്. എന്നിട്ട് പറയുക, ചിലർ വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. സമ്പത്തിലും ഈ അധികാരത്തിലും ആശ്രയിക്കുന്ന രാജാക്കന്മാർ വീണുപോകും, എന്നാൽ എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ സ്ഥാനത്താക്കിയത്, അവനെ ഞാൻ കീർത്തിക്കുന്നു. അതുകൊണ്ട് ആര് വീണുപോയാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ദൈവം തന്ന അധികാരമല്ലാതൊന്നുമില്ല. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വർത്തമാനകാലത്ത് ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയം, വെൺമണിയിൽ ഒരു കുടുംബം വള്ളത്തിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. ആളുകൾ തിങ്ങി വള്ളത്തിൽ കയറിയത് കൊണ്ടും നല്ല ഒഴുക്കുള്ളത് കൊണ്ടും വള്ളത്തിന് ബലക്ഷയമുള്ളത് കൊണ്ടും വള്ളം നടുവേ പിളർന്നു. എല്ലാവരും വെള്ളത്തിൽ വീണു. ഒരു വിധത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടു. അതിലൊരു സ്ത്രീക്ക് വിഷമേറെ ഉണ്ടായി. രക്ഷപ്പെട്ടെങ്കിലും തൻ്റെ കയ്യിലുള്ള ബാഗ് നഷ്ടപ്പെട്ടു. രക്ഷപ്പെടാൻ തക്കവണ്ണം വീട്ടിലുള്ള കുറേ സാധനങ്ങളൊക്കെ ആ ബാഗിനകത്ത് കയറ്റി. അതിനകത്ത് 12 പവൻ ഉണ്ടായിരുന്നു, 36,000 രൂപ ഉണ്ടായിരുന്നു.
ആളുകൾ പറഞ്ഞു, പണം പോയെങ്കിൽ എന്താ, ജീവനെങ്കിലും കിട്ടിയില്ലേ. അവർ അത്രയും ആശ്വസിച്ചു. ഒരിക്കലും കിട്ടില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ ബാഗ് ഒഴുകി 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 വെൺമണിയിൽ, കളപ്പുരയിൽ കോശി എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ പറമ്പിലെ ഒരു മരത്തിൽ ഉടക്കി. ഒരു ദിവസം നോക്കിയപ്പോഴൊരു ബാഗ് ഇരിക്കുന്നു. നോക്കിയപ്പോഴതിൽ 12 പവന് 36,000 രൂപയായി. ആരുടെ മനസ്സിലാ സന്തോഷം വരാതെ ഇരിക്കുന്നത്? അപ്രതീക്ഷിതമായി കൈവെള്ളയിൽ വന്ന് കിട്ടിയ പോലെ. ആ മനുഷ്യൻ വീണ്ടും ബാഗ് പരിശോധിച്ചു. അതിനകത്ത് കൂടുതലുണ്ടോയെന്ന് അറിയാനല്ല, ആരുടെയെങ്കിലും പേരുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നോക്കിയപ്പോഴേ ഒരു ആധാർ കാർഡ് കണ്ടു. അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടു കൊടുത്തു. ആ സ്ത്രീ ഞെട്ടിപ്പോയി. ഒരിക്കലും കിട്ടുകയില്ലെന്ന് ചിന്തിച്ചതാ. ഞാൻ ഉടനെ ചിന്തിച്ചു, ദൈവമേ, നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ഉടനെ പറഞ്ഞേനെ, കർത്താവെ, വിഷമം കണ്ടിട്ട് നീ എൻ്റെ പറമ്പിലെ മരത്തിൽ തന്നെ കൊണ്ടിട്ടല്ലോ എന്ന് പറഞ്ഞേനെ. തിരിച്ചു കൊണ്ടേപ്പിച്ചു. അതിനൊരു തലക്കെട്ടുണ്ടായിരുന്നു, പ്രളയത്തിൽ ഒലിച്ചു പോയില്ല കോശിയുടെ തനിത്തങ്ക മനസ്സ്. പ്രളയത്തിൽ ഒലിച്ചു പോയില്ല കോശിയുടെ തനിത്തങ്ക മനസ്സ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് കാര്യവിചാര ബോധ്യത്തോട് ജീവിക്കുകയാണ് പ്രധാനം. എങ്ങനെയും പണം ഉണ്ടാക്കണം, എങ്ങനെയും അധികാരം കയ്യിൽ പിടിക്കണമെന്ന് ചിന്തിക്കുന്ന ആധുനിക ലോകത്ത് വ്യത്യസ്തരായ കുറേ നല്ല മനുഷ്യരുണ്ട്. തമ്പുരാൻ തന്നതല്ലാതൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഏൽപ്പിച്ചതാണ്. കാര്യവിചാര ബോധ്യത്തോട് ജീവിക്കണം. അതിൻ്റെ പ്രഭയിൽ മതിമറന്ന് ജീവിക്കരുത്. 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഓർമ്മപ്പെടുത്തിയത്. ആദ്യത്തെ 2 പ്രതിസന്ധികൾ, തുടർന്ന് 2 പ്രലോഭനങ്ങൾ. പ്രതിസന്ധികൾ, ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മളിൽ ചിലരെങ്കിലും എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടില്ലേ? മക്കളെ പ്രതീക്ഷിച്ച് വളർത്തി അവർ മാറി നിൽക്കുന്നു. പങ്കാളി പോലും നമ്മളെ വിശ്വസിക്കാത്ത നിമിഷങ്ങൾ, മാതാപിതാക്കൾ തെറ്റിദ്ധരിച്ച സാഹചര്യങ്ങൾ. ആരൊക്കെ കൈവിട്ടാലും നിങ്ങൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരിക്കലും നിരാശരാകില്ല. തമ്പുരാൻ കൂടുണ്ട്, ചേർത്ത് പിടിക്കും. അവൻ എൻ്റെ നിഷ്കളങ്കത നിമിത്തം എന്നെ താങ്ങും. സഹനത്തിൻ്റെ പിറ്റും പ്രശ്നമൊക്കെ വരും, പക്ഷേ അതൊക്കെ ഒരു ദൈവ പദ്ധതിക്ക് വേണ്ടിയാണ്. പ്രത്യാശയോടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ നേരിട്ട് ജീവിതത്തെ അത്ഭുതമാക്കുക. ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾ ആർക്കാ വരാതെ ഇരിക്കുന്നത്? ഭൂമിയിൽ ജനിച്ചു വീണ ഏത് മനുഷ്യനും ഈ ശരീരത്തിൻ്റെ പ്രലോഭനങ്ങൾ വരും, സമ്മർദ്ദങ്ങൾ വരും. തമ്പുരാനെല്ലാം കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടെ, വിവേകത്തോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. അല്ലെങ്കിൽ പാളിപ്പോയാൽ ഇത് നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും ബാധിക്കും. തന്ന അധികാരമല്ലാതെ എന്താ ഉള്ളത്? തന്ന സമ്പത്തല്ലാതെ എന്താ ഉള്ളത്? എല്ലാം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചത് മാത്രം. ഈ ബോധ്യത്തോടായിരിക്കാൻ നമുക്കിടയാകട്ടെ. 49-ാം അധ്യായം 22-ാം വാക്യത്തിൽ യാക്കോബ് യൗസേപ്പിനെ അനുഗ്രഹിക്കുന്നു. യൗസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം, ഫലപ്രദമായൊരു വൃക്ഷം. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ വേദപുസ്തകം സസൂക്ഷ്മം പഠിച്ചു, ഓരോ വാക്കടർത്തിയെടുത്ത് പഠിച്ചു. എങ്ങനെ നോക്കിയാലും ഒരിരുണ്ട ഇടം പോലുമില്ലാത്ത അത്ഭുത മനുഷ്യൻ യൗസേപ്പ്. യാക്കോബും പറയുന്നു, യൗസേപ്പ് ഫലപ്രദമായ വൃക്ഷം. നമ്മുടെ കുറിവാക്യം ഇങ്ങനെയാണല്ലോ, ദൈവം യഹോവ യൗസേപ്പിനോടുകൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ കൃതാർത്ഥനായി. ഞാനതിങ്ങനെ പറയും, യൗസേപ്പ് ദൈവത്തോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് യൗസേപ്പ് കൃതാർത്ഥനായി. ദൈവം കൂടെ ഇരുന്നു എന്ന് മാത്രമല്ല, ദൈവത്തോടൊപ്പമായിരുന്നു യൗസേപ്പ്. ജീവിതം ധന്യമാകട്ടെ, അനുഗ്രഹപ്രദമായി തീരട്ടെ.